ഞാനൊരു എക്സ് ജേർണലിസ്റ്റാണ്. കാരണം ജേർണലിസം എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് ഞാനിപ്പം എക്സ് ജേർണലിസ്റ്റ് എന്ന് പറയുകയാണ്. ഇനി ജേർണലിസത്തിന് ഇനി ഒരു ഫ്യൂച്ചർ ഉണ്ടോ? ഇനി അങ്ങനെ ഒരു കാര്യം ചിന്തിക്കണോ? ഒരു ജേർണലിസം കോഴ്സ് എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൺവെൻഷനൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഈ ഒരു സോഷ്യൽ മീഡിയ നിലനിൽക്കെ നമുക്ക് ജേർണലിസം എന്ന് പറയുന്നൊരു ഒരു ഡിസിപ്ലിൻ ഉണ്ടോ? ജേർണലിസം എന്ന് പറയുന്നത് പണ്ടത്തേനേക്കാൾ കൂടുതൽ പ്രസക്തമായിട്ടൊരു കാലഘട്ടമാണ്. കാരണം ജേർണലിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്നത് വാട്ട് ടു റിപ്പോർട്ട് എന്നുള്ളതായിരുന്നല്ലോ. ഒരുപാട് കാര്യങ്ങൾ നടക്കും, നാട്ടുകാരെ അറിയിക്കേണ്ടത് എന്ത്, അതിപ്പോഴും പ്രസക്തമാണ്. കാരണം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയിക്കാനുള്ള സാധ്യതകളുണ്ട്, ഇൻഫർമേഷൻ കൂടുതലുണ്ട്. അത് കൂടുതൽ പ്രസക്തമായിട്ടേ ഉള്ളൂ. പക്ഷേ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യൻ തന്നെയാണ് അതിന് തടസ്സം. മനുഷ്യൻ്റെ ഇൻട്രസ്റ്റ് സ്വാഭാവികമായിട്ടും കൂടുതൽ ഇൻ്റലക്ച്വൽ എഫർട്ട് വേണ്ട വിഷയങ്ങളിൽ നമ്മുടെ ശ്രദ്ധ എത്തില്ല. പണ്ട് നമ്മുടെ സ്വഭാവം, നമ്മുടെ ചിന്താരീതിക്ക് ഈ പ്രത്യേകതകളുണ്ടായിരുന്നു. അന്ന് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സസേ ഉള്ളൂ വാർത്ത അറിയാൻ. ദൂരദർശനിലെ 15 മിനിറ്റ് വാർത്ത, പിന്നെ നമ്മൾ വരുത്തുന്നൊരു പത്രം. ഒരുപാട് പേരുണ്ട് പത്രത്തിലെ ചരമക്കോളം വരെ വായിച്ച് തീർക്കുന്ന ആളുകൾ. കാരണം അന്ന് വേറൊന്നും, ഇന്നതല്ലല്ലോ. ഇന്ന് പത്രങ്ങളിലെല്ലാം സർക്കുലേഷൻ കുറഞ്ഞിട്ടുണ്ട്. പത്രങ്ങളെല്ലാം മീഡിയ ഹൗസുകൾ, ചാനലുകളിലേക്ക് മാറി. ചാനലുകൾ കൂടുതലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. വൈറാലിറ്റിക്ക് വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞ പോലെ ചാനൽ ചർച്ചകൾ പോലും ആ ചാനലിൻ്റെ അപ്പുറത്തെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടല്ല, അത് പിന്നീട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ചർച്ചയുടെ കൺക്ലൂഷൻ എന്ത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കൺക്ലൂഡ് ചെയ്യാനല്ല ചർച്ച ചെയ്യാനാണ് ചർച്ച. ഇന്നൊരു ചർച്ച കുറേ വിഷയം എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അങ്ങ് നിർത്തും. കൊച്ചു കുട്ടികൾ കളിക്കുന്ന പോലെയാണ്. അവർക്ക് ബോറടിക്കുമ്പോൾ അവരങ്ങ് ഇടും, പിന്നെ അതെടുത്തിട്ട് പിന്നെ നമ്മൾ പെറുക്കി വെക്കണം. അപ്പം അതുപോലെ ഒരു വിഷയം അവർ കുറച്ച് നേരം ചർച്ച ചെയ്യുന്നു, വിടുന്നു. ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രശ്നമായിട്ടാണ് കാണേണ്ടത്. എന്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞതുപോലുള്ള മീഡിയ ഹൗസുകൾ പെട്ടെന്ന് അതൊരു ഓപ്ഷൻ മാത്രമായി, അത് മാത്രമാണ് ഓപ്ഷൻ എന്ന രീതിയിലേക്ക് വരുന്നത്? കാരണം ആളുകൾ അതിൻ്റെ വാർത്താ സ്വഭാവം അങ്ങനെയാണ്. അത്തരം പോർട്ടലുകൾ എപ്പോഴും ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ മോറലാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇടപെടാനുള്ള അവസരം തരും. ആരെയെങ്കിലും പുലഭ്യം പറയുന്ന കണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സദാചാരമായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? മക്കളെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടിയ യുവതിക്കെതിരെ നിങ്ങൾക്ക് എന്ത് വേണം വിളിച്ചു പറയാനുള്ള അവസരം വാർത്ത തലക്കെട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ അവിടെ വന്ന്, പൊതുജനം എന്ന് പറയുന്ന ആളുകൾ ഇൻ്റലക്ച്വലായിട്ട് അവിടെ വന്ന് ആ സ്ത്രീയെ കമൻറ്റ് ചെയ്യും. കുറേ തവണ ഒരാൾ തെറി കേൾക്കുമ്പോഴത്തേക്കും വേറൊരാൾ തിരിച്ചു പറയും. ആരും അത് ഉദ്ദേശിക്കുന്നില്ല, അത് പറയുമ്പോൾ ഉള്ളൊരു സംഗതിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്ന വാർത്ത ഏതാണോ അതിലായിരിക്കും നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അതെങ്ങനെ പരിഹരിക്കണമെന്ന് ചോദിക്കരുത്. അപ്പോൾ ജേർണലിസം പ്രസക്തമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇനി എങ്ങനെ ചെയ്യണം എന്നുള്ളത്, അത് ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്ന വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. നിങ്ങൾ വളരെ ഇൻ്റലക്ച്വലായിട്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ, നിങ്ങളുടെ എക്സിസ്റ്റൻസ് തീരുമാനിക്കുന്ന എത്ര പേര് വായിക്കുന്നു എന്നുള്ളതാണെങ്കിൽ, എത്ര പേര് ആ വാർത്തയ്ക്ക് വേണ്ടി വരുന്നു എന്നുള്ളതാണെങ്കിൽ, അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ എക്കണോമിക് വയബിലിറ്റി ക്വസ്റ്റ്യനിലാണ്. അപ്പോൾ പണ്ട് നമുക്ക് വാർത്തകൾ ആവശ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വാർത്തകൾക്ക് നമ്മളെയാണ് ആവശ്യം, അല്ലേ? പട്ടി ഒരാളെ കടിച്ചാൽ വാർത്തയല്ല എന്നും പട്ടിയെ കടിച്ചാലാണ് വാർത്തയെന്നും പൊതുവെ പറയാറുണ്ട്. ഇന്ന് മലയാളത്തിൽ എത്ര ന്യൂസ് ചാനലുകളുണ്ട്? 10-20 ഇല്ലേ മിനിമം. 20-ൽ പരം ന്യൂസ് ചാനലുകളുണ്ട്. കേരളം എന്ന് പറയുന്നത് ഒരു ചെറിയ പാവയ്ക്ക വലിപ്പമുള്ളൊരു ചെറിയ സ്ഥലമാണ്. 24 മണിക്കൂർ ന്യൂസ് സംപ്രേഷണം ചെയ്യുന്ന ന്യൂസ് ചാനലുകൾ ഇത്രയും ഉണ്ടെങ്കിൽ, ഇത്രയും പേർക്കും കൂടെ ബ്രേക്ക് ചെയ്യാനുള്ള ന്യൂസ് ഇവിടെ ഉണ്ടാവണ്ടേ? ന്യൂസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ന്യൂസ് എന്താണ്? 10,000-ൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് വാർത്തയാവുന്നത്. അപ്പോൾ ബൈ ഡെഫിനിഷൻ ന്യൂസ് ഈസ് റെയർ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പേർക്കും കൂടെ ബ്രേക്ക് ചെയ്യാനുള്ള ന്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ ന്യൂസ് ചാനൽ എന്ന് പറയുന്ന 24 മണിക്കൂർ ന്യൂസ് ചാനൽ എന്ന് പറയുന്ന സംഗതി തന്നെ വളരെ തമാശ നിറഞ്ഞ ഒരു സങ്കല്പമാണ്. അങ്ങനെ ന്യൂസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ ഒരാൾ പറയുകയാണ് പുറത്ത് മഴ പെയ്യാണ്, അപ്പുറത്തിരുന്ന് വേറൊരാൾ അരുൺ തർക്കിക്കുകയാണ്, ഇല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു അല്ലെങ്കിൽ ന്യൂസ് ചാനലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ ഇതിനെ 2 വാർത്തയായിട്ടാണ് കാണുന്നത്. പുറത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് വൈശാഖൻ തമ്പി, തൊട്ട് താഴെ അടുത്ത വാർത്ത പുറത്ത് വെയിലാണെന്ന് അരുൺ രവി. ഇത് ജനൽ തുറന്ന് നോക്കി അറിയാം. എന്നിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ വെയിൽ, ഇത് റിപ്പോർട്ട് ചെയ്താൽ മതി, അതാണ് വാർത്ത.
പക്ഷേ ഇതങ്ങനല്ല, ഇത് 2 വാർത്തയായിട്ടാണ് കാണുന്നത്. ഇനി മഴ പെയ്യുന്നു എന്ന് പറഞ്ഞ വൈശാഖൻ തമ്പിക്കെതിരെ ഇവിടെ ഇരിക്കുന്ന 5 പേർ പ്രതികരിക്കും. അത് ഓരോന്നും ഓരോ ക്ലിപ്പായിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരും. എന്തിനാണ്? സോ ദേ ആർ ഡെസ്പറേറ്റ്ലി ഇൻ നീഡ് ഓഫ് ന്യൂസ്. എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും ബ്രേക്ക്, രാത്രി 12 മണിക്കൊക്കെ ബ്രേക്ക് ചെയ്യുന്നതാണ്. അത് ഗൾഫുകാർക്ക് വേണ്ടി ബ്രേക്ക് ചെയ്യുന്നതാണ്. അത് ഉച്ചയ്ക്ക് ഇവിടെ ബ്രേക്ക് ചെയ്തതാണ്. അത് പിന്നെ അവർ കൂട്ടി ഒട്ടിച്ചിട്ട് 12 മണിക്ക് പിന്നെയും ബ്രേക്ക് ചെയ്യും. പക്ഷേ ഇത് ആരാ നിയന്ത്രിക്കുന്നത് ശരിക്കും? ഇത് അറ്റൻഷൻ എക്കോണമിയുടെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആണ്. അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവണമെന്നില്ല, ഇത് ചെയ്യുന്നവർക്ക് താല്പര്യമില്ല. പക്ഷേ അവരുടെ വരുമാനം, അവരുടെ നിലനിൽപ്പെന്ന് പറയുന്നത് എത്ര പേര് ഈ ന്യൂസ് ബൈ ചെയ്യുന്നു, എത്ര പേര് ഇത് കൺസ്യൂം ചെയ്യുന്നുള്ളതാണ്. അതിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ AI അൽഗോരിതംസ് ആണ്. അവർക്ക് എൻഗേജ്മെൻ്റ് ആണ് വേണ്ടത്. അത് എനിക്ക് തോന്നുന്നു അതിന് സൊല്യൂഷനൊന്നുമില്ല. ഞാൻ പ്രശ്നം കുറച്ചുകൂടെ വഷളാക്കി പറഞ്ഞു തന്നു, കൺഫ്യൂഷൻ അടുപ്പിച്ചിട്ടുണ്ടാവും. ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. പണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂളിലൊക്കെ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതിന് മുമ്പ് പത്രം വായിക്കും. വായിച്ചിട്ട് വാർത്ത അറിയും, ഇൻഫോംഡ് ആകും, ഞാൻ സന്തുഷ്ടനാവും, ബുദ്ധിമാനാകും, പോകും. എന്നിട്ട് വേണമെങ്കിൽ അതിനെ പറ്റിയിട്ട് ആൾക്കാരുടെ അടുത്തൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേൽക്കും, പത്രം വായിക്കില്ല. ഒന്നാമത്തെ കാര്യം, കാരണം എനിക്ക് 24 hours ആക്സസ് ഉണ്ട്, ഇൻഫർമേഷനോട് എനിക്ക് ആക്സസ് ഉണ്ട്, പല മേഖലകളിൽ നിന്ന് കിട്ടും. പത്രം വായിക്കുകയാണെങ്കിൽ തന്നെയും 10 പത്രത്തിലും 10 വാർത്തകളായിരിക്കും. ഇതിനകത്ത് മുഴുവൻ വായിച്ചിട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആവും. എനിക്ക് ഉള്ള ഇൻഫർമേഷൻ കൂടി, നേരത്തെ പറഞ്ഞതുപോലെ മഴ പെയ്യുന്നു എന്ന് എനിക്കറിയാം, പക്ഷേ മഴ പെയ്യുന്നില്ല എന്നൊരു വാർത്ത കാണുന്നു, മഴ ചെറുങ്ങനെയാണ് പെയ്യണമെന്ന് വേറൊരു വാർത്ത കാണുന്നു. പലതരത്തിലുള്ള വാർത്തകൾ കണ്ട് എൻ്റെ ഉള്ള ബോധം കൂടെ ഇല്ലാണ്ടാകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിൽ ഒരു വലിയ ഷിഫ്റ്റ് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നൊരു ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ കണ്ടൻറ്റിൻ്റെ ഒരു ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്നത് നടത്തിക്കൊണ്ടിരുന്നത് ഇൻഡിവിജ്വൽസ് ആയിരുന്നു. അത് ഒരു എഡിറ്ററോ അല്ലെങ്കിൽ ഒരു ക്യൂറേറ്ററോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ എഡിറ്റിംഗ് അല്ല, ഈ ഗേറ്റ് കീപ്പിംഗ് നടത്തുന്നത് നേരത്തെ വൈശാഖൻ പറഞ്ഞ പോലെ അൽഗോരിതങ്ങളാണ്. ഈ അൽഗോരിതങ്ങൾക്ക് കണ്ടൻറ് മോഡറേഷൻ അല്ല വേണ്ടത്. അതിനകത്താണ് ഈ ജേർണലിസം എന്നൊരു സാധനം കുഴി വീണ് കിടക്കുന്നത്. കണ്ടൻറ് മോഡറേഷൻ അല്ലെങ്കിൽ കണ്ടൻറ് എഡിറ്റിംഗ് അല്ലെങ്കിൽ കണ്ടൻറ്റിനെ ശുദ്ധീകരിക്കൽ, ക്ലെൻസിങ് എന്ന് പറയുന്ന കൃത്യമായി ഇൻഫർമേഷനെ ഒരു അനാലിസിസ് നടത്തി കൃത്യമായ ഒരു സ്റ്റാൻഡ് മുന്നിലോട്ട് വയ്ക്കുന്ന സംഭവത്തിനേക്കാളും കൂടുതൽ എൻഗേജ്മെൻറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന ഒരു ഫോമാറ്റിലേക്ക് പോകുന്നു. അതിനകത്ത് നിവൃത്തികേട് കൊണ്ട് നിലനിൽക്കാൻ വേണ്ടി ഇത്തരം ന്യൂസ് ചാനലുകൾ ഇന്ന് ന്യൂസ് ചാനലുകളല്ല, അത് പെർഫോമിംഗ് ആയിട്ടുള്ള സ്പേസസ് ആണ്. അവർക്ക് പ്രകടനാത്മകമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ബിരിയാണി കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊരു മുട്ട വയ്ക്കില്ലേ, അതുപോലെ ആ മുട്ടയാണ് ഈ പറയുന്ന ന്യൂസ്. അല്ലാതെ ബിരിയാണി വേറെ സാധനമാണ്. ആ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ജേർണലിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കും, ഇന്ന് കൂടി ഒരു വാർത്ത കാണുകയായിരുന്നു. വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകളെ അവരെങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഇപ്പോൾ ചില ന്യൂസ് ചാനലുകളൊക്കെ അത് കുപ്രസിദ്ധമാണ്, പല പേഴ്സ്പെക്റ്റീവ്സിനെ ബോധപൂർവം കൊണ്ടുവയ്ക്കുകയാണ്. അതിനകത്തൊരു ശരി കണ്ടെത്തുക എന്നുള്ള പരിപാടിയല്ല, 5 പേരുടെ അല്ലെങ്കിൽ 4 പാർട്ടികളുടെ അഭിപ്രായങ്ങളെ കൊണ്ടുവന്ന് അവിടെ ഒരു ഓളമുണ്ടാക്കുക, തല്ലുണ്ടാക്കുക, നേരത്തെ പറഞ്ഞതുപോലെ കൃത്യം പോർഷൻസ് വെട്ടിയെടുക്കാൻ വേണ്ടി സമയം കൊടുക്കുക. ഇപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് ഒരാൾക്ക് ടൈമർ വെച്ച് കൊടുക്കുക, 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിനെ അവതരിപ്പിക്കാം. അവിടെ എന്താ എഴുതി പഠിച്ചിട്ട് സ്ക്രിപ്റ്റും കൊണ്ടുവരും, ആ സ്ക്രിപ്റ്റ് 2 മിനിറ്റിൽ അവതരിപ്പിക്കുന്നു, ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു വാട്സാപ്പിലേക്ക് വരുന്നു. ഇത്തരത്തിലുള്ള ഒരു പെർഫോമിംഗ് സ്പേസായിട്ട് ന്യൂസ് ചാനലുകളും ജേർണലിസം സ്പേസും മാറുമ്പോൾ അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാതെ ആകുന്ന ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് വാർത്ത അറിയാൻ ന്യൂസ് ചാനലിൽ പോകണ്ട, നിങ്ങൾക്ക് വാർത്ത അല്ലാതെ കിട്ടാനുള്ള ഇഷ്ടം പോലെ സ്പേസസ് ഉണ്ട്. അതിനെ അനലൈസ് ചെയ്യാൻ ന്യൂസ് ചാനലിൽ പോകണ്ട. കാരണം അനാലിസിസ് എന്ന് പറയുന്നത് പല പേഴ്സ്പെക്റ്റീവ് നടക്കേണ്ടതാണ്. ഒരൊറ്റ ശരി മാത്രമല്ല ഉള്ളത്, ഒരുപാട് ശരികൾ ഒരു സമൂഹത്തിൽ ഒരിടത്തുണ്ട്. ആ ഒരുപാട് ശരികൾക്ക് ഒരുപാട് ടൂളുകൾ ഉപയോഗിക്കണം. അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈശാഖൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, വളരെ പ്രസക്തമായ കാര്യം, ഫസ്റ്റ് ഓർഡർ തിങ്കിങ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് ഈ ഫസ്റ്റ് ഓർഡർ തിങ്കിങ്. അതായത് ഒരു വിഷയത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പരിശോധിച്ച് അതിനെ പല കഷ്ണങ്ങളാക്കി മാറ്റി നമ്മുടെ തോട്ട് പ്രോസസ്സ് ഇട്ട് അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോൺസെപ്റ്റ്. ഏതൊരു ശാസ്ത്ര വിദ്യാർത്ഥിയും ആദ്യം പഠിക്കുന്ന ഐഡിയ ഫസ്റ്റ് ഓർഡർ തിങ്കിങ് ആണ്. ഇന്ന് ഫസ്റ്റ് ഓർഡർ തിങ്കിങ് വേണ്ട. സയൻസ് പഠിക്കുന്ന ആൾ പോലും എന്ത് ചെയ്യും, ChatGPT പോയിട്ട് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ഫസ്റ്റ് ഓർഡർ തിങ്കിങ് അത് ചെയ്യും, നമുക്ക് സൊല്യൂഷൻ തരും. അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ തിങ്കിങ്ങിന് ശേഷമുള്ള നിങ്ങൾ ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമെന്ന് പറയുന്ന സാധനം തരും.
ഈ ഒരു സംഭവം ന്യൂസ് ചാനലുകൾക്കകത്ത് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യം കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കാൻ ഒരു വിനു വി ജോണോ അഭിലാഷ് മോഹനോ അല്ലെങ്കിൽ സുജയ പാർവതിയോ അവരുടേതായ പെർസ്പെക്റ്റീവ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ വിഴുങ്ങിയാൽ മാത്രം മതി. അപ്പോൾ വിഴുങ്ങുന്ന രീതിയിൽ മനുഷ്യന്മാരെ മാറ്റുന്നു എന്ന് പറയുന്നതാണ് ഇന്നത്തെ ന്യൂസ് ചാനലുകളുടെ ബിസിനസ് മോഡൽ. അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ ജേർണലിസത്തിന് ഇനി നിലനിൽപ്പുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ കണക്ക് ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. നമസ്കാരം, ഞാൻ രജു, ആകാശവാണി ന്യൂസിൻ്റെ കറസ്പോണ്ടൻ്റാണ്. ഒരുപക്ഷെ മനുഷ്യനെ കീഴടക്കുമെന്നൊരു വാർത്ത അല്ലെങ്കിൽ ഒരു സാധ്യത വൈശാഖൻ തമ്പി തന്നെ പറഞ്ഞു. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ വസ്തുത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ എ ഉള്ളൂ. മനുഷ്യൻ കൊടുക്കുന്ന പ്രോംപ്റ്റാണ് എ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് അതിനകത്തൊരു പരമമായ സത്യം. പക്ഷേ അത് മനുഷ്യൻ്റെ ഈ പറഞ്ഞ പോലെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു കഴിവിനെയൊക്കെ കുറയ്ക്കാനൊക്കെ, അതായത് ഹ്യൂമൻ എഫർട്ടിനെയൊക്കെ കുറയ്ക്കാനൊക്കെ സാധിക്കും. എൻ്റെ ഒരു ചോദ്യം രണ്ടുപേരും, അരുണും വൈശാഖൻ തമ്പിക്കും പറയാം. 2050 ഈ സോഷ്യൽ മീഡിയ, AI, മനുഷ്യൻ എന്തായിരിക്കും സംഭവിക്കുക? 2050 എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് 2027 എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തും സംഭവിക്കാം. രണ്ടാമത്തത്, ഞാൻ ആദ്യം തന്നെ ആലോചിച്ചൊരു കാര്യം, നമുക്ക് പരമമായ സത്യങ്ങളില്ല. അതൊരു റോങ് വേർഡാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയത്തിനകത്തൊരു ബൈനറി സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ AI സർവൈവ് ചെയ്യും, AI നമ്മളെ കീഴടക്കും, മനുഷ്യൻ AIയുടെ മുകളിൽ നിൽക്കുന്നു, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിന് അർത്ഥമില്ല. ആ സാഹചര്യം എക്സ്ട്രീംലി കോംപ്ലക്സ് ആണ്. വളരെ സങ്കീർണമായ തലങ്ങളിലാണ് ഈ ഓരോ ഇതൊരു AIയും സോഷ്യൽ മീഡിയയും രണ്ടും സാങ്കേതിക വിദ്യകൾ മാത്രമല്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരേ സമയം ഒരു സാമൂഹികമായ പ്രവർത്തന രീതിയും സാങ്കേതിക വിദ്യയും മിക്സ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. AI എന്ന് നമ്മൾ പറയുന്ന കാര്യം ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സാങ്കേതിക സമുച്ചയമാണ്, ഒരു കളക്ഷൻ ഓഫ് ടെക്നോളജീസ്. അതിന് കൈകൾ പലയിടങ്ങളിലോട്ട് കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു ഫാക്ടർ മാത്രം ഞാൻ പറയാം. ഇപ്പോൾ മനുഷ്യനെ AI പൂർണ്ണമായും കീഴടക്കും. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തർക്കിക്കുന്നൊരു സാധനമാണ് ജോലി നഷ്ടപ്പെടുമോ ഇല്ലയോ. അപ്പോൾ ജോലി നഷ്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു ടെക്നോളജി വന്നാലും ജോലി നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മിക്സി കണ്ടുപിടിച്ച സമയത്ത് അരകല്ലിൽ ആട്ടിക്കൊണ്ടിരുന്ന കുറേ പേരുടെ പണി പോയിട്ടുണ്ട്, ഉറപ്പല്ലേ? അതങ്ങനെയാണ്. നമ്മൾ പ്രിൻറ്റിങ് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ചിത്രം വരച്ചിരുന്ന എത്രയോ ആൾക്കാരുടെ പണി പോയിട്ടുണ്ട്. ആ പെർസ്പെക്റ്റീവിൽ അല്ലാതെ AIക്കകത്തൊരു പ്രശ്നമുണ്ട്. AI സമൂലമായ ചില തിരുത്തലുകൾ നടത്തും. ഈ തിരുത്തലുകൾ സംഭവിക്കുന്നത് ഓട്ടോമേറ്റഡ് ആക്കാൻ പറ്റുന്ന എല്ലാത്തരം തൊഴിലുകളെയും ഇത് ഇമ്പാക്റ്റ് ചെയ്യും. ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണമായ ഒഴിവാക്കൽ എന്ന രീതിയിൽ മാത്രവുമല്ല, അതിനെ ചിലത് ഡിസ്പ്ലേസ് ചെയ്യും, പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ക്ലറിക്കൽ ജോലി എന്ന് പറയുന്നൊരു സംഭവമാണെങ്കിൽ ക്ലറിക്കൽ ജോലിയുടെ ഏതാണ്ട് പണിപൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി ക്ലറിക്കൽ ജോലി ചെയ്യാനായിട്ട് ഒരാളിനെ എംപ്ലോയ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഒരുപാട് സിസ്റ്റംസ് ഇപ്പോൾ തന്നെയുണ്ട്, ഇനി വരുന്ന സമയത്തും അത് ചെയ്തു പോകും. ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറേയൊക്കെ ഡിസ്പ്ലേസ് ചെയ്യും, കുറേ ട്രാൻസ്ഫോം ചെയ്യും, പരിവർത്തനം ചെയ്യും. പുതിയ രീതിയിൽ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ അവർ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന രീതിയിൽ ഇനി പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ആ പറയുന്ന പഠിപ്പിക്കൽ എന്ന പ്രോസസ്സ് അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. പഠിപ്പിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളും ടെക്നോളജി പ്ലാറ്റ്ഫോംസും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നൊരു ലെവലിൽ പോകും. ഇത് പരിവർത്തനമാണ്, ട്രാൻസ്ഫോർമേഷനാണ്. ഇതോടൊപ്പം പുതിയ തൊഴിലുകൾ ഉണ്ടാവും. അപ്പോൾ പൂർണ്ണമായും തൊഴിൽ ഇല്ലാണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിൽ എന്ന വിഷയത്തിൻ്റെ ഫ്രെയിം തിരുത്തപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തൊഴിലുകൾ ഇല്ലാണ്ടാവുകയോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനായിട്ട് ചിലപ്പോൾ പുതിയ യന്ത്രങ്ങൾ വരും, ആ തൊഴിലിന് യന്ത്രങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതായിരിക്കാം മനുഷ്യൻ്റെ ജോലിയായിട്ട് മാറുന്നുണ്ടാവുക. ഇതുപോലെ ഓരോ മേഖലയ്ക്കകത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സോഷ്യൽ മീഡിയയും ഇടപെടുന്നതിൻ്റെ സങ്കീർണതകൾ വളരെ 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 കൂടുതലാണ്. ഇപ്പോൾ 2050 എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്നത് ഒരു IMDയിൽ വർക്ക് ചെയ്യുന്ന ഒരു നമ്മുടെ കാലാവസ്ഥാ വകുപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഒരു കാലാവസ്ഥ പ്രവചിക്കാൻ പറയുന്ന പോലെയാണ്. അതിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റുന്നതിനേക്കാളും വളരെ കൂടുതലാണ്. അത് ചിലപ്പോൾ ഒരു ലിമിറ്റഡ് ടൈമിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനകത്ത് നമുക്കൊരു പ്രഡിക്ഷൻ നടത്താൻ പറ്റും. പക്ഷേ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള മേഖല ആയതുകൊണ്ട് ദീർഘകാലയളവിൽ ഇത് ഇങ്ങനെയേ സംഭവിക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അത് മാറിപ്പോകും എന്നുള്ള ഒരു പ്രവചനം നടത്താനുള്ള അഹമ്മതി എനിക്ക് തോന്നുന്നില്ല ഒരുവിധപ്പെട്ട ആൾക്കാർ കാണിക്കും എന്നുള്ളത്. എനിക്കറിയില്ല, വൈശാഖൻ അത് കാണിക്കുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല, ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് അഹങ്കാരമായിരിക്കും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി കാണിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഞാനിതിൻ്റെ അരുൺ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ ഫസ്റ്റ് സെൻറ്റൻസിൽ ഈ 2027 എന്ത് സംഭവിക്കുമെന്ന് പറയാൻ, അവിടെയാണ് ഞാൻ പിടിച്ചേക്കുന്നത്. ഞാൻ കുറേ കാലമായിട്ട് ഈ
ഞാൻ മുമ്പ് പല സ്ഥലങ്ങളിലും എ ഐയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എ ഐയുടെ ഒരു ഐയിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരാളല്ല. പക്ഷേ എ ഐയെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. പൊതുവിൽ ഇപ്പോൾ നടക്കുന്ന ആ ചോദ്യത്തിൻ്റെ പോലും ടോൺ എന്ന് പറയുന്നത് എ ഐ ഈസ് ഗോയിങ് ടു ഡിസ്റപ്റ്റ് തിങ്സ് ആൻഡ് ഹൗ ടു വാട്ട് എക്സ്റ്റെൻഡ് ഇറ്റ് ക്യാൻ ഗോ എന്നുള്ള ലെവലാണ്. അതായത് അങ്ങനത്തെ കൺസേൺസ് ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ ഒരു ചർച്ചാ വിഷയമായിട്ട് സൂചിപ്പിച്ചിരുന്നു. അതായത് നാളെ എ ഐ വളർന്ന് സൂപ്പർ ഇൻ്റലിജൻസ് ആയിട്ട് മനുഷ്യനെ കീഴടക്കുമോ? ഇത് ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ മനുഷ്യരെ ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ലെവലിലേക്ക് എ ഐ മെഷീൻസ് വളരുന്ന സിറ്റുവേഷൻ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണല്ലോ മാട്രിക്സ്. അതിൽ ഇത്തരം ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. പക്ഷേ അതിലൊരു വലിയ ക്രിട്ടിക്കലായിട്ടൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ടെൻഡൻസിയാണ് മറ്റു ഉള്ളവരെ കീഴടക്കുക എന്ന് പറയുന്നത്. അത് മനുഷ്യനൊരു ജീവി ആയതുകൊണ്ട്, മനുഷ്യന് മാത്രം എല്ലാ ജീവികൾക്കും റിസോഴ്സസിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുക. ലിമിറ്റഡ് റിസോഴ്സസ് ആകുമ്പോൾ മറ്റൊരാളെ ഒഴിവാക്കുക, അവരെ ഡോമിനേറ്റ് ചെയ്ത് അവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചാൽ മാത്രമേ സർവൈവൽ ഇഫക്റ്റീവ് ആകൂ എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. മനുഷ്യന് ഈ ടെൻഡൻസി ഉണ്ട്. മെഷീൻസിന് അങ്ങനത്തെ ടെൻഡൻസി ഇല്ല. മെഷീൻസിന് പർപ്പസ് ഇല്ല. ആ പർപ്പസ് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റാണ്. നമ്മളെ തന്നെ നശിപ്പിക്കാൻ ഡിസൈൻ ചെയ്താലേ ഉള്ളൂ അങ്ങനെ ഒരു സാധ്യത വരുന്നത്. പിന്നെ എ ഐയുടെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ഞാൻ ഇതിനകത്ത് അത് ജോലി പോകുന്നതിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ എ ഐ ഇപ്പം നമ്മൾ കാണുന്നത് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നൊരു സാങ്കേതിക വിദ്യയായിട്ടാണ് കുറേ. പക്ഷേ എ ഐ കമ്പനികൾ പറയുന്നത് തിരിച്ചാണ്. അവർ പറയുന്നൊരു ക്യാച്ച് ഫ്രൈസാണ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുറച്ച് ആൾക്കാരെ പിരിച്ചു വിട്ടിട്ടാലും ഇതേ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവരുടെ വ്യൂ പോയിന്റിലുള്ള പ്രൊഡക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ താഴെ ലോ എൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ജോലി പോകുന്നതിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നു. അതിനകത്ത് എൻ്റെ ഒരു മറുവാദം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ജോലി മുഴുവൻ പറഞ്ഞതുപോലെ എപ്പോഴും എല്ലാ കാലത്തും ജോലികൾ പോയിട്ടുണ്ട്. ഓട്ടോമൊബൈൽസ്, കാറുകൾ വരുമ്പം കുതിരയ്ക്ക് ലാടം അടിച്ചിരുന്ന ആൾ, കുതിരയുടെ വീലുണ്ടാക്കിയിരുന്ന ആൾക്കാരും, കുതിരയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ബിസിനസ് ചെയ്തിരുന്ന ആൾക്കാർക്കും എല്ലാം ജോലി പോയി. പകരം പെട്രോൾ പമ്പുകൾ വന്നു, കാറിൻ്റെ ടയർ വിൽക്കുന്ന കടകൾ വന്നു, കാറിന് പെയിൻ്റ് അടിക്കുന്ന കടകൾ വന്നു. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇത്തരം ഷിഫ്റ്റുകൾ വരുമ്പോഴത്തേക്കും ജോലികൾ പഴയത് പലതും പോകും, പുതിയതുണ്ടാവും. പക്ഷേ ഇപ്പോൾ പറയുന്ന രീതിയിൽ ആളുകളുടെ ജോലി പോകുന്നു എന്ന് വെച്ചു. ലേ ഓഫ് മാസീവായിട്ട് കമ്പനികൾ ആളുകളെ ലേ ഓഫ് ചെയ്ത് പുറത്തേക്ക് വിടുന്നു. എന്നിട്ട് ഇവർ കമ്പനികൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയാണ്. സോ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ കമ്പനികൾ എന്തൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാരാണ് വാങ്ങാൻ പോകുന്നത്? റോബോട്ടുകൾ വാങ്ങുമോ? ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് പൈസ ഉണ്ടെങ്കിലല്ലേ ഇത് വാങ്ങൂ. പർച്ചേസിങ് പവർ വേണമെങ്കിൽ ആളുകൾക്ക് ജോലി വേണം. നിങ്ങൾ ആളുകളുടെ ജോലി കളഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആര് വാങ്ങും? വാട്ട് കൈൻഡ് ഓഫ് എൻ എക്കണോമിക് മോഡൽ ഈസ് ദാറ്റ്? എനിക്ക് അറിഞ്ഞൂടാ. അത് എനിക്ക് കൺസേൺ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. രണ്ട്, എ ഐയുടെ ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള വാദം. എ ഐ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ, എ ഐ ക്ലൈമറ്റ് ചേഞ്ച് പരിഹരിക്കും, ക്യാൻസറിന് ചികിത്സ കൊണ്ടുവരും, അൾഷൈമേഴ്സ് പരിഹരിക്കും, ഇങ്ങനെയുള്ള വാദങ്ങളാണ് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പ്രോ എ ഐ വക്താക്കൾ എപ്പോഴും ഉന്നയിക്കുന്നത്. എ ഐയുടെ ഗ്രോത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഒരു കുഞ്ഞിൻ്റെ ഭാരം കൂടുന്ന ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മളൊരു നവജാത ശിശുവിന് 3 കിലോഗ്രാം ഭാരം ഉണ്ടെന്ന് വിചാരിച്ചു. 6 മാസം കഴിയുമ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ 6 കിലോഗ്രാം വെയിറ്റ് ഉണ്ടാകും. അതായത് 6 മാസം കൊണ്ട് കുഞ്ഞിൻ്റെ ഭാരം ഇരട്ടിച്ചു. അടുത്ത 6 മാസം കഴിയുമ്പോൾ 12 കിലോഗ്രാം, അടുത്ത 6 മാസം കഴിയുമ്പോൾ 24 കിലോഗ്രാം, അടുത്ത 6 മാസം കഴിയുമ്പോൾ 48 കിലോഗ്രാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 5 വയസ്സാകുമ്പോഴത്തേക്കും ആ കുട്ടിയെ നമുക്ക് ഭൂമിയിൽ നിർത്താൻ പറ്റില്ല. അത്രയും ഭാരമായിരിക്കും. നമുക്കറിയാം ഇത് അങ്ങനെ വളരില്ല. ദ ഗ്രോത്ത് ഈസ് ഗോയിങ് ടു സ്ലോ ഡൗൺ. അത് ഓൾറെഡി ഹാപ്പനിങ് ആണ്. ഇപ്പോൾ നമ്മളുടെ എ ഐയുടെ പര്യായ പദമായിട്ട് മാറിക്കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടിയുടെ അനാലിസിസുകൾ പറയുന്നത് ചാറ്റ് ജി പി ടി 1 വളരെ ബെറ്റർ ആയിരുന്നു ചാറ്റ് ജി പി ടി 2, അതിനേക്കാൾ ഫാർ ബെറ്റർ ആയിരുന്നു ചാറ്റ് ജി പി ടി 3, 4, 5.1 വന്നപ്പോൾ 5 മോശം. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പിലും ഈ പറയുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് അളക്കുന്നത്? ബെറ്റർ എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ്? ഓരോരുത്തരും ഓരോ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർ കവിത എഴുതാനാണ് ഉപയോഗിക്കുന്നത്, ചില ആൾക്കാർ അവരുടെ എന്തെങ്കിലും ഡേറ്റ അനാലിസിനായിരിക്കും ഉപയോഗിക്കുന്നത്, ചില ആൾക്കാർ ചപ്പാത്തിയുടെ ബെസ്റ്റ് റെസിപ്പി അറിയാനായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിലേത് പാരാമീറ്റർ വെച്ചാണ് ഇതിനെ നല്ലതെന്ന് ഓരോരുത്തരും അവരുടെ അനുഭവം വെച്ചാൽ പറയുന്നത്. ഓഫ് കോഴ്സ് കുറേയേറെ കാര്യങ്ങളിൽ നമ്മുടെ പണി എളുപ്പമാക്കാൻ ഇതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും, പടം വരയ്ക്കുക, കവിത എഴുതുക പോലുള്ള മനുഷ്യന് മാത്രം സാധ്യമായത് എന്ന് കരുതിയിരിക്കുന്ന പല കാര്യങ്ങളും എ ഐ ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാവ് ഫാക്ടർ ഉണ്ട്. നമ്മളൊരു മാജിക് ഷോ കാണുമ്പോൾ ഉണ്ടാകുന്ന വാവ് ഫാക്ടർ, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് എത്രത്തോളം വളർത്താൻ പറ്റും എന്നുള്ള കാര്യം കമ്പനികളുടെ CEOs പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഓൾറെഡി ദേ ആർ സ്ട്രഗ്ലിങ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എക്കണോമിക്സ്. ഇന്ന് ലീഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും AI കമ്പനീസ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അല്ല. ഞാൻ ഈ പറയുന്ന വലിയ ക്ലെയിംസ്, സൂപ്പർ ഇൻ്റലിജൻസ് കൊണ്ടുവരുമെന്ന് പറയുന്ന ആൾക്കാർ നിലവിൽ ലാഭത്തിലാണോ പ്രവർത്തിക്കുന്നത്?
സൂപ്പർ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഒരു മനുഷ്യന് മുകളിൽ നിൽക്കുന്നു എന്ന് പറയുന്ന സംഭവമൊന്നും കൊമേഴ്ഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല. മാത്രമല്ല അതിന് യൂസ് കേസസ് ഇല്ല. ഒന്നാമത്തെ കാര്യം, എന്തിനു മനുഷ്യന് മുകളിൽ വരണം എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വരാവുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഈ പറയുന്ന ചില സ്ഥാപിത താൽക്കാര്യം. എന്ത് ടെക്നോളജി ആണെങ്കിലും ആരുപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് സ്ഥിരമായി നമ്മൾ പരിഷത്തിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു കത്തി കിട്ടിയാൽ നിങ്ങൾ ചിലപ്പോൾ വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് സാമ്പാർ ഉണ്ടാക്കും. അതൊരു സൈക്കോ സൂപ്പർ കില്ലറിൻ്റെ കൈ കിട്ടിയാൽ അയാൾ തൊണ്ട അരിഞ്ഞിട്ട് ഒരു മനുഷ്യനെ കൊന്നുകളയും. അതുപോലെ ആരിത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു വലിയ രീതിയിലൊരു സമൂഹത്തിനെ കീഴടക്കാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു എക്കണോമിക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ട് ഇത്തരം സംവിധാനങ്ങളിലേക്ക് പോകും. ആ ഒരു കോൺസെപ്റ്റിൽ AI-യുടെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. പക്ഷേ പറഞ്ഞത് സൂപ്പർ ഇന്റലിജൻസ് ക്ലെയിം ചെയ്യുന്ന പല ആളുകളും ന്യൂസിൽ വരുന്ന കൂടുതൽ ആൾക്കാരും ഇപ്പോഴത്തെ ജെമിനായി, ChatGPT, സാധാരണക്കാരിൽ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം AI എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ChatGPT, ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത് ഡെഡ് എൻഡ് ആണെന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് AI എക്സ്പേർട്സ് ഉണ്ട്. കാരണം ഇത് വെച്ച് നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അതൊരു വിളിക്കുന്നത് ഒരു തത്ത പറയുന്ന പോലെയാണ് അത് ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത്. തത്തയ്ക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല. തത്ത കേട്ട് പരിചിച്ചിട്ടുള്ള വാക്കുകൾ അടുത്ത വാക്ക് ഏതാണെന്ന് പ്രിഡിക്റ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കും. സ്റ്റോക്കാസ്റ്റിക് പാരറ്റ് എന്നാണ് പൊതുവെ ഇത്തരം മോഡലുകളെ മെറ്റഫറിക്കലായിട്ട് വിളിക്കുന്നത്. തത്ത പറയുന്ന പോലെ പറയും. നമുക്ക് ഭയങ്കര വണ്ടറാണ്. നമ്മൾ എന്തോ വലിയ ഡീപ്പ് കാര്യങ്ങൾ പറയുന്ന പോലെ തോന്നും, പക്ഷേ അതിനകത്തുള്ള ഡെപ്തോ മീനിങ്ങോ ഒന്നുമില്ല. ഇതിൻ്റെ വക്താക്കളാണ് ഇത് നാളെ സൂപ്പർ ഇൻ്റലിജൻസ് ആകുമെന്ന് പറയുന്നത്. പക്ഷേ അതേസമയം മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് AI വെഞ്ചേഴ്സ് ഈ ന്യൂസിൻ്റെ മുകളിലൊന്നും വരാതെ വളരെ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നുണ്ട്. മെഡിക്കൽ കെയറിലായാലും ഒക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. വെതർ പ്രഡിക്ഷൻ പോലുള്ള വിഷയങ്ങളിലും ഒക്കെ AI കാര്യമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ അവരാരും അതിൻ്റെ ആ AI അതെല്ലാം ആ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ജനറേറ്റ് ചെയ്യുന്ന ഉണ്ടാക്കുന്ന AI ആണ്. ഈ AI സംബന്ധിച്ചിട്ടുള്ള ഈ മിസ്ലീഡിങ് ആയിട്ടുള്ള പിക്ചർ വരുന്നതിൻ്റെ കാരണം എല്ലാത്തരം വിനിമയങ്ങളും മനുഷ്യൻ ചെയ്യുന്നത് ഭാഷ വെച്ചാണ്. അപ്പം ഭാഷ ജനറേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ എല്ലാത്തരം വിനിമയങ്ങൾക്കും സാധിക്കുന്ന ഒരു സംഗതിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് തോന്നില്ല. ഭാഷ എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യാനുള്ള മാധ്യമമാണ്. പക്ഷേ അതിന് പിന്നിൽ ഉണ്ടാക്കുന്ന ചിന്തകളും ആശയങ്ങളും, ഇപ്പോൾ സയൻസിലെ ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ലോകത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ഒരു ആകർഷണ ബലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലോ മലയാളത്തിലായിരിക്കും. പക്ഷേ ആ ഭാഷയല്ല ഗുരുത്വാകർഷണം, അത് വേറെ സംഗതിയാണ്. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ട്. അതൊരു ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരാൾ ഒരു വെർബൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുന്നതിന് മുമ്പും ഗുരുത്വാകർഷണം ഇവിടെ പ്രവർത്തിക്കും. അപ്പോൾ നമുക്കറിയാം ആ ആശയം എന്ന് പറയുന്നത് അത് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷയോ അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളോ മാത്രമല്ല, വേറൊരു എൻറ്റിറ്റി അതുകൊണ്ട് അത് ഇത്തരം സംഗതികളിലില്ല. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുന്ന ജെമിനയോ ChatGPT കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും മാസ്റ്റർ ചെയ്തൊരു സംഗതിയാണ് എൻ്റെ പിന്നിലെന്ന് തോന്നും. അതൊരു തത്ത പറയുന്ന പോലെ മാത്രം കണ്ടാകും. ഒരു ഗ്ലോറിഫൈഡ് പാരറ്റാണ് ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മളെ കീഴടക്കാൻ പറ്റുമെന്ന് പറയുന്നത് അവരുടെ ഒരു മോഹ പദ്ധതിയാണ്. അല്ലെങ്കിൽ ഇതിലേക്ക് പിന്നെ അറിയാമല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ബേസിക് ഇഷ്യൂ ആണ്. ഇതുകൊണ്ട് വലിയ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമെന്ന് കഴിയുമ്പോൾ കുറേ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളൊക്കെ അവിടെ കൊണ്ട് പൈസ ഇടും. ഇപ്പോൾ AI ബബിളിനെ കുറിച്ച് വലിയ ചർച്ച വെസ്റ്റേൺ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതും ഞാൻ ഈ പറഞ്ഞ ChatGPT നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ജെമിനി ഗൂഗിളിന് ലാഭമല്ല, അവരെന്തെങ്കിലും ലാഭമാകുമെന്ന പ്രതീക്ഷയിൽ മാനേജ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഒരുപാട് അനലിസ്റ്റുകൾ പറയുന്ന അടുത്ത വർഷം ChatGPT OpenAI പൂട്ടും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വാർത്തയിൽ അത് വരുന്നില്ല. കാരണം എക്കണോമിക് മോഡലിൻ്റെ കുഴപ്പമാണ്, അല്ലെ AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയുടെ കുഴപ്പമല്ല. നമ്മളതിനെ കീറി മുറിച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അടുത്ത ലെയറിലുണ്ട്. നമ്മൾ സർഫസ് മാത്രമേ കാണുന്നുള്ളൂ, നേരത്തെ പറഞ്ഞതുപോലെ. അത് എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം, ഒരു നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് AI എന്ന് പറയുന്നത് LLMs ആണ്, ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ്, ChatGPT, ജെമിനി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ കാണുമ്പോൾ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. AI എന്ന് പറയുന്നത് ഒരു സാങ്കേതിക വിദ്യകളുടെ, നേരത്തെ പറഞ്ഞ കണക്ക് ഒരു സാങ്കേതിക വിദ്യകളുടെ സമുച്ചയമാണ്. അതിനകത്ത് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു AI ക്യാമറ കാണുന്നു, അത് എന്താ പറയുക, ഇമേജ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ എന്നൊക്കെ പറയുന്ന ടെക്നോളജി പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. LLM പോലെ തന്നെ വേറൊരു സാധനമുണ്ട്, ലാർജ് ലാംഗ്വേജ് മോഡൽ അല്ലാതെ സ്മോൾ ലാംഗ്വേജ് മോഡൽസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൊളീഗ് അരുൺ ശ്രീകുമാർ ഇവിടെ ഇരിപ്പുണ്ട്. അരുൺ ശ്രീകുമാർ ഞങ്ങളുടെ കമ്പനി NXL ബിസിനസ് സൊല്യൂഷൻസ് ഒക്കെ ഞങ്ങളൊക്കെ SML-മായി ബന്ധപ്പെട്ട് പല ആപ്ലിക്കേഷൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ AI എന്ന് പറയുന്നത് ഈ ChatGPT, ജെമിനി പോലുള്ള വലിയ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് മോഡൽസ് മാത്രമാണെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഒരു വലിയ തിരിച്ചുപോക്ക് വൈശാഖൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള എക്കണോമി ഏതാണ്ട് ഒരു ബബിൾ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ എപ്പോൾ പൊട്ടുന്നുള്ളൊരു സംശയമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ വിവിധ സാധ്യതകൾ തുറന്നു വരുന്നുണ്ട്. ആ തുറന്നു വരുന്ന സാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് വേൾഡ് മോഡൽസ് എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റ്
2025-26 കാലഘട്ടങ്ങളിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അവിടെ നിങ്ങൾ ലാംഗ്വേജ് മോഡൽസ് അല്ല, നമ്മൾ ചുറ്റുമുള്ള ഒരു ലോകത്തിനെ സൃഷ്ടിക്കുന്ന, അതിന് AI മാത്രമൊന്നുമല്ല, IoT, റോബോട്ടിക്സ്, ഇതുമായി ബന്ധപ്പെട്ട മെറ്റവേഴ്സ്, അങ്ങനെയുള്ള ഒട്ടനവധി സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി ലാർജ് വേൾഡ് മോഡൽസ് എന്നുള്ള ഒരു സാങ്കേതിക മേഖല ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ ചെറിയ യൂസ് കേസസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഓരോ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാവുന്ന എത്രയോ യൂസ് കേസസ് ഉണ്ട്. ഈ യൂസ് കേസസിന് വേണ്ടിയിട്ടുള്ള ഔട്ട്കംസ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ മരമായി വളർന്നു പോകുന്നൊരു സംവിധാനമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിന് വിവിധ ശിഖരങ്ങളും അല്ലെങ്കിൽ ഒരു വലിയ കാടായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംവിധാനമാണ്. ആ കാട് എന്നും നിലനിൽക്കുന്ന കാടാണെന്ന് വിചാരിക്കേണ്ട. നേരത്തെ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ എഫിമെറാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ക്ഷണികത എന്ന് മലയാളത്തിൽ പറയാവുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ക്ഷണികത ഇപ്പോഴുള്ള ടെക്നോളജിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ഷണികത നമുക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞൊരു സാങ്കേതിക വിദ്യ, അത് ഈ ലോകം മറിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ബ്ലോക്ക് ചെയിൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടായിട്ടൊന്നുമില്ല. അത് ഉപയോഗിക്കുന്ന ഫീൽഡുകൾ ഇപ്പോഴും ആക്റ്റീവാണ്. പക്ഷേ ലോകം മറിക്കുന്നൊരു സംവിധാനമല്ല ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും ധാരണയായി. അത് വേണ്ടിടത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ക്രൂ ഡ്രൈവറാണ്. അതൊരു ഹാമർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് അത് നടക്കില്ല എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ എല്ലാത്തിനും ഒരു സൊല്യൂഷനാണെന്നും സാങ്കേതിക വിദ്യ എല്ലാം വന്ന് നമ്മളെ കൊന്നുകളയും എന്നൊക്കെ പറയുന്ന ഈ എക്സ്ട്രീം ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സിനെ കുറച്ചുകൂടി നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ന്യൂആൻസസിലേക്ക് പോകണം. ഇതിൻ്റെ സങ്കീർണതകളെ മനസ്സിലാക്കണം. നമ്മുടെ ഇടങ്ങളിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, ഉദാഹരണത്തിന് ഇപ്പോൾ VMFTയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഗംഭീരമായിട്ടുള്ള ലൈബ്രറി ഉണ്ട്. ഈ ലൈബ്രറിയുടെ മാനേജ്മെൻറ്റിനെ എങ്ങനെ ഉപയോഗിക്കാം? അതൊരു യൂസ് കേസാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളെ കൃത്യമായി എങ്ങനെ ഒരു ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം? അല്ലെങ്കിൽ അത്തരം സംവിധാനത്തിനകത്ത് സോഷ്യൽ മീഡിയയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇത്തരം പ്രൊഡക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു കൂട്ടിച്ചേർക്കാനുള്ള കാര്യം. എനിക്ക് കുറച്ച് കൂട്ടിച്ചേർക്കണം തോന്നി. ഇത് വ്യക്തികളിലേക്കുള്ളൊരു ബന്ധവും കൂടെ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. ഇപ്പം ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയ പാരാസോഷ്യൽ എന്നുള്ളൊരു വാക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒന്നും ഡെയിലി വൊക്കാബുലറിയിൽ വരാനുള്ള സാധ്യതയില്ല. എന്നാൽ കഴിഞ്ഞ വർഷം കാംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദി ഇയർ ആയിരുന്നു പാരാസോഷ്യൽ. അതുപോലെ തന്നെ അവരുടെ ഡെഫിനിഷൻ മാറ്റി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാത്ത ആളുകൾ മാത്രമല്ല, ChatGPT അല്ലെങ്കിൽ അതുപോലത്തെ AI ചാറ്റ് ബോട്ട്സ് പോലും പാരാസോഷ്യലിസത്തിൻ്റെ ഡെഫിനിഷനിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു മാറ്റം തീർച്ചയായും നമ്മുടെ സാമൂഹികപരമായും രാഷ്ട്രീയപരമായും ഒക്കെയുള്ള ജീവിതത്തിൽ അത് ഭയങ്കര വലിയ മാറ്റമുണ്ടാക്കി. എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ ChatGPTയെ തെറാപ്പിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഒരു മിത്രം അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ റോളിലേക്ക് അതിനെ കയറ്റുമ്പോൾ കയറാൻ പാടില്ലാത്ത ഫീൽഡാണ് ChatGPT, എന്നാൽ അതിലേക്ക് വരെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാരാസോഷ്യൽ എലമെൻറ്റിനെ പറ്റി നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം കേൾക്കുന്നതിൽ. പാരാസോഷ്യൽ റിലേഷൻഷിപ്സ് AIയുടെ പ്രത്യേകിച്ച് പുതിയ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇത്തരം ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ സിന്തറ്റിക് പേഴ്സണാലിറ്റീസ് എന്ന് പറയും. സിന്തറ്റിക് ഇൻഫ്ലുവൻസേഴ്സും സിന്തറ്റിക് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് മനുഷ്യരല്ലാത്ത ഇപ്പോൾ ChatGPT തന്നെ എടുക്കാം. ChatGPT എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ChatGPT ചേട്ടൻ എന്നാണ് അയാൾ ChatGPTയെ പറ്റി പറയുന്നത്. ChatGPTയെ കുട്ടൂസെ പൊന്നൂസെ എന്ന് വിളിക്കുന്ന എത്രയോ ആൾക്കാരെ എനിക്കറിയാം. ആ ചുമ്മാ പറയണതല്ല കേട്ടോ, അവരുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. അവരുടെ ഇപ്പോൾ ChatGPT എടുത്ത് രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയുക, എന്ത് ചെയ്യുന്നു, സുഖമാണോ, ChatGPTയെ പ്രപ്പോസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പല മനുഷ്യന്മാരും നമ്മുടെ ചുറ്റും കാണാൻ പറ്റും. ഇതിൽ നമ്മുടെ ഒരു തെറാപ്പിസ്റ്റ് പോലെ, നമ്മുടെ ഒരു വൺ സ്റ്റോപ്പ് എൻസൈക്ലോപീഡിയ പോലെ എന്തും നമ്മൾ അവിടെ ചോദിച്ചിട്ട് ഞാനിത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അമ്മയോടോ അച്ഛനോടൊക്കെ ചോദിക്കുന്ന പോലെ എനിക്കിത് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ, ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ChatGPT എടുത്തും ഇത്തരം സിന്തറ്റിക് പേഴ്സണാലിറ്റീസിൻ്റെ അടുത്തും ചോദിക്കുന്നത് വളരെ കൂടുതലായി വരികയാണ്. ഇതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ സിന്തറ്റിക് പേഴ്സണാലിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെയും സോഷ്യൽ മീഡിയയുടെ കാഴ്ചപ്പാടിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ ഒരു വലിയ ശതമാനം AI ജനറേറ്റഡ് ആണ്. അത് നമ്മൾ വിചാരിക്കും അത് മനുഷ്യന്മാരാണെന്ന്. ആ മനുഷ്യന്മാരൊന്നുമല്ല. AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ സെറ്റ് ഓഫ് സാധനങ്ങൾ നിങ്ങളിങ്ങനെ ഇൻഫർമേഷൻ കൊണ്ട് ഓവർലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആശയങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തത് എക്സ്പ്ലിസിറ്റ് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് പല അവതാസും നമ്മുടെ മുന്നിൽ എത്തപ്പെടാറുണ്ട്. ആ അവതാസിനൊക്കെ ചില കൾച്ചറൽ നോംസ് ഫോളോ ചെയ്യുന്നതായിട്ട് കാണും. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിനകത്തുള്ള കുട്ടികൾ, എനിക്ക് ആ വാക്ക് ഞാൻ മറന്നുപോയി, കൊറിയയിലുള്ള ഒരു വാക്ക് അവർ വളരെ കോമൺ ആയിട്ട് പരസ്പരം സംസാരിക്കുമ്പോൾ അഭിവാദ്യങ്ങൾ അറിയിക്കാനായിട്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ കൊറിയൻ ഒരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്.
ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ന്യൂസ് കണ്ടത്, നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സ്ഥലത്ത് 3 പെൺകുട്ടികൾ അവർ ഒരു കൊറിയൻ ഒരു ഫാൻ ഗേൾസ് ആയിട്ട് മാറുകയും അവിടെ നിന്നുള്ള അവിടേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയും അച്ഛനോ മറ്റോ ഫോണെടുത്ത് മാറ്റി വെച്ചതിൻ്റെ പേരിൽ 3 പേരും സൂയിസൈഡ് ചെയ്യുക ചെയ്തത്. 3 പേര് സൂയിസൈഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 2 പേര് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ച് കൊണ്ടുപോവുകയും 3ാമത്തെ ആൾ ചെറിയ ആളിനെ തള്ളിയിടുകയും കൂടെ ചെയ്ത ഒരു സംഭവം ഈ അടുത്ത നമ്മൾ കാണുന്നുണ്ട്. കല്ലമ്പലത്ത്, ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ കല്ലമ്പലത്തിൽ ഏതാണ്ട് 2 കൊല്ലങ്ങൾക്ക് മുമ്പ് സിമിലർ ആയിട്ടൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഒരു പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു ഓൺലൈനായിട്ടുള്ള ഒരു ഒരാളുമായിട്ട് പരിചയപ്പെടുകയും ഒരു കൊറിയൻ വ്യക്തിത്വമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അയാളുമായിട്ട് സംസാരിക്കുകയും പിന്നീട് ഒടുവിൽ ആ കുട്ടി ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലൂടെ പോകുന്നുണ്ട്. ഇതിൽ എത്ര പേരാണ് മനുഷ്യന്മാരെന്ന് നമുക്കറിയില്ല. ഇതിൽ പലരും ബോട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ പലതും നെക്സസ് ആയിരിക്കാം, പല ഗ്രൂപ്പുകളായിരിക്കാം. ഇവർ പല രീതിയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ഇടപെടലുകൾ നടത്തുന്ന സംവിധാനങ്ങളുണ്ടാകാം. സോ ഇതെല്ലാം തന്നെ ഇതിനകത്ത് പലതരം ഭാഷാരൂപങ്ങളുണ്ടാകും. ഇപ്പോൾ ജെൻസിയെ പറ്റിയിട്ട് മാം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെൻസി ഇപ്പം നോക്കാൻ അറിയണ്ടാവും. ജെൻസി എന്ന ആ ഒരു കാറ്റഗറി പെടുന്ന മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ചില ഭാഷയുണ്ട്. ഇത് അവർക്കേ അറിയുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസിയിലുള്ള സംഭവങ്ങൾ ജനാൽഫക്കാർക്ക് അറിയണ്ടാവും, പക്ഷെ അവരതല്ല ഉപയോഗിക്കുന്നത്. ജനാൽഫക്കാർ ഉപയോഗിക്കുന്ന സംഭവം ജെൻസിക്കാർക്ക് പോലും അറിയണ്ടാവില്ല. ഇവർക്കിടയിലുള്ള വ്യത്യാസം ചിലപ്പോൾ 4-5 വയസ്സിൻ്റെ വ്യത്യാസമായിരിക്കും. ഈ രീതിയിൽ പുതിയ ഭാഷാസ്വത്വങ്ങൾ ഉണ്ടായി വരുന്നു, പുതിയ തരം കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കുകൾ ഉണ്ടായിട്ട് വരുന്നു. ഈ അടുത്ത സമയത്ത് വളരെ ഫേമസ് ആയ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പരസ്പരം അവരുടെ ഭാഷയിൽ അവരുടെ ആശയങ്ങളെയും അവരുടെ അസ്തിത്വങ്ങളെയും ചർച്ച ചെയ്യുകയും അതൊരു കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന രീതിയിൽ വരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഇത്തരം പ്രശ്നങ്ങളെ കാണിക്കുന്നുണ്ട്. സോ പാരാസോഷ്യൽ റിലേഷൻഷിപ്സിനെ AI ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പാരാസോഷ്യൽ റിലേഷൻഷിപ്സ് എങ്ങനെ നമ്മുടെ റിയൽ ലൈഫ് റിലേഷൻഷിപ്സുമായിട്ട് ഇടപെടുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതുണ്ടാക്കുന്ന സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഒരു വലിയ കുഴപ്പം, ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. അതായത് നമ്മുടെ മുതിർന്ന ആൾക്കാരും ചെറിയ ഒരു 20 വയസ്സിന് താഴേക്കുള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു വലിയ വിടവുണ്ട്. ഇതിൽ പണ്ടത് ഡിജിറ്റൽ ഡിവൈഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിസബിലിറ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് AI ഡിവൈഡ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട്. ഒരു 12 വയസ്സുകാരി അല്ലെങ്കിൽ 10 വയസ്സുകാരൻ അറിയുന്ന സാങ്കേതിക വിദ്യയുടെ ഒരു 10% പോലും ഇൻഫോംഡ് ആയ, ഇപ്പോൾ ടെക്നോളജി ഫീൽഡിൽ ജോലി ചെയ്യുന്ന എന്നെയോ അരുൺ ശ്രീകുമാറിനെയോ ഒക്കെ പോലുള്ള ആൾക്കാർക്ക് പോലും നമുക്ക് അറിയേണ്ടാവില്ല. നമ്മൾ അന്തം വിട്ട് നിൽക്കും. കാരണം അവർക്കറിയുന്ന സാങ്കേതിക വിദ്യയുടെ ആഴം എന്ന് പറയുന്നത് വളരെ ഡെപ്തിലുള്ളതാണ്, അത് വളരെ ന്യൂവാൻസ്ഡ് ആണ്. എന്നാൽ ഇതിനകത്ത് വേറൊരു ഫാക്ടർ, ഈ സാങ്കേതിക ജ്ഞാനത്തിനെ എന്തിനുപയോഗിക്കുന്നു, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ, ഇത് ഒരു പരിധി വിട്ട് നമ്മളെ അപകടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ പ്രായത്തിലുള്ള വ്യക്തികൾക്ക് ഒരുപക്ഷെ ധാരണ ഉണ്ടാവുകയുമില്ല. ഇതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയം നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇതൊരു കഴിഞ്ഞ 2010 മുതൽ തന്നെ ഇതൊരു വലിയ പ്രശ്നമായി മാറിയിരുന്നു. ഇതിപ്പോൾ വളരെ വോളറ്റൈലായിട്ടുള്ള വളരെ ഒരു സങ്കീർണമായിട്ടുള്ളൊരു അവസ്ഥയിലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഇടപെടലുകളും ഇത്തരത്തിലുള്ള സിന്തറ്റിക് പേഴ്സണാലിറ്റീസും സോഷ്യൽ റിലേഷൻഷിപ്സും അതുമൂലമുണ്ടാകുന്ന വളരെ ഡീപ്പായിട്ടുള്ള കൾച്ചറൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായി വരുന്നത്. ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റുകളെ മനസ്സിലാക്കാനും അതിനെ തിരുത്താനും അതിനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വലിയൊരു ചോദ്യം തന്നെയാണ്. ഉത്തരമൊന്നും എനിക്കില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുസമൂഹം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും അതിനെ വളരെ ഗൗരവമായി കാണുകയും അതിൽ പല തലത്തിൽ സൈക്കോളജിസ്റ്റുകൾ, സോഷ്യോളജിസ്റ്റുകൾ, ശാസ്ത്രജ്ഞർ, വിദ്യാർത്ഥി സമൂഹം, അധ്യാപകർ, മീഡിയ പേഴ്സൺസ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു സൊല്യൂഷനിലേക്ക് എത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ പാരാസോഷ്യാലിറ്റി എന്നല്ല നമ്മൾ സംസാരിക്കുന്ന എന്ത് വിഷയമായാലും പൊതുവെ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് ഗോ ടു ദ റൂട്ട്സ് എന്നാണ്. പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ പാർട്ട് വളരെ ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തത് നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡായിട്ട് എടുക്കുന്നതാണ്. വൈ ഡു വി നീഡ് റിലേഷൻഷിപ്സ്? മനുഷ്യരെന്ന് പറയുന്നത് സോഷ്യാലിറ്റി കൊണ്ട് സർവൈവ് ചെയ്ത ഒരു ജീവി വർഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡീപ്ലി നമ്മുടെ തിങ്കിങ് പ്രോസസ്സിൻ്റെ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയാണ് വിച്ച് ഗ്രൂപ്പ് വി ആർ എ പാർട്ട് ഓഫ്. നമ്മൾ ഏത് ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ളൊരു നീഡാണ്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാ കാലത്തും എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു ഗ്രൂപ്പിൽ നിന്ന് ഔട്ട്കാസ്റ്റ് ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യു ആർ ഡെഡ്. ഒരു കാലത്ത് അങ്ങനെയാണ് മനുഷ്യർ സർവൈവ് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പിനകത്ത് നിൽക്കുക. അപ്പോൾ ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുക. വേറൊരു ഗ്രൂപ്പിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റുക. ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ട്രൈബൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, അത് നമ്മുടെ ഉള്ളിലുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും റിലേഷൻഷിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു സമയം എത്ര പേരുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി നിർത്താൻ പറ്റും? ഞാൻ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പുകളും. പക്ഷെ നമുക്ക് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു ശേഷി വെച്ചിട്ട് നമുക്ക് ഒരു സമയം റിലേഷൻഷിപ്പിൽ നിർത്താൻ കഴിയുന്ന ആളുകളുടെ എണ്ണം വളരെ ലിമിറ്റഡ് ആണ്. ഇറ്റ്സ് അറൗണ്ട് 150 മാക്സിമം. അതിനെ വിളിക്കുന്നത് ഡൻബാർ നമ്പർ എന്നാണ്. റോബിൻ ഡൻബാർ എന്ന് പറയുന്ന ആന്ത്രപ്പോളജിസ്റ്റാണ് ആ നമ്പറിലേക്ക് എത്തുന്നത്. ഇത് മുഴുവൻ തകിടം മറിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന നമ്മളുടെ ട്രൈബൽ ഐഡൻറ്റിറ്റി വിത്തിൻ ഇൻവേർട്ടഡ് കോമ ഷെയർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം പണ്ടത്തെ പോലെ 100-200 അല്ല. വി ആർ ഷെയറിങ് ബില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ദ സെയിം ട്രൈബ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ആധാർ കാർഡ് 150 കോടി ആളുകൾക്കുണ്ട്. ദാറ്റ് ഈസ് എൻ ഐഡൻറ്റിറ്റി. അതൊരു വലിയ ട്രൈബാണ്. സോ ഹൂ ഈസ് പാർട്ട് ഓഫ് ഇതൊരു മോഡേൺ ലൈഫ് ക്രൈസിസാണ്. മോഡേൺ ലൈഫിൽ നമുക്കുണ്ടാകുന്നൊരു ഇൻബിൽറ്റ് ഇഷ്യൂ ആണ്. ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ പാരാസോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടി കാണാൻ. തീർച്ചയായിട്ടും അതിനകത്ത് തുടക്കത്തിൽ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞ കുറേ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്ക് പഴയ പല റിലേഷൻഷിപ്സും റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനും നമുക്ക് പണ്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള പല ആൾക്കാരെയും കണ്ടെത്താനും നമ്മളുമായിട്ട് കൂടുതൽ നല്ല സിങ്ക് വരുന്ന ആളുകളെ ഓൺലൈനിൽ കണ്ടെത്താനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ പോസിറ്റീവായി ഇവിടെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ വളരെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേരെ ഞാൻ ഓൺലൈൻ പരിചയപ്പെട്ട ആളുകളാണ്. പക്ഷേ ഓൺലൈനിൽ തുടരുന്നില്ല ആ റിലേഷൻഷിപ്പ്. അത് ഇറ്റ് ഈസ് എ മീൻസ് ഫോർ എസ്റ്റാബ്ലിഷിങ് എ കണക്ഷൻ. ആ കണക്ഷൻ നമുക്ക് മീനിങ് ഫുള്ളായിട്ട് പേഴ്സണലി തോന്നിക്കഴിഞ്ഞാൽ അത് ഓഫ്ലൈനായിട്ട് മറ്റൊരു സാധാരണ നമുക്ക് പരിചയമുള്ള കൺവെൻഷണൽ റിലേഷനായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഈ കൺവെൻഷണൽ റിലേഷനുകൾക്ക് ഒരു കുറേ പ്രശ്നങ്ങളുണ്ട്. മീൻസ് വിത്തിൻ ഇൻവേർട്ടഡ് കോമ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ പ്രശ്നങ്ങളിലാണ് ChatGPT പോലുള്ള ലാംഗ്വേജ് മോഡലുകൾ ഒരു റിലേഷൻഷിപ്പ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടോ തെറാപ്പിസ്റ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടോ ഒക്കെ വരുന്നത്. അത് ആ മോഡലുകളുടെ ഡിസൈനാണ്. ആ മോഡലുകളുടെ ഡിസൈൻ എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റും അറ്റൻഷനും നിർത്താൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നിങ്ങൾ എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കുക? നിങ്ങളെ വിമർശിക്കുന്നവരെയാണോ നിങ്ങളെ പുകഴ്ത്തുന്നവരെയാണോ നിങ്ങൾ ശ്രദ്ധിക്കുക? നമ്മളെ വിമർശിക്കുന്നവരെ എത്ര പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞാലും നമ്മളാരും വിമർശനം ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ബിക്കോസ് ഇറ്റ് ഈസ് എഗൻസ്റ്റ് അസ്, നമ്മൾ ചെയ്തത് ശരിയല്ല എന്നൊരു ഇവാലുവേഷനായിരിക്കും വിമർശനത്തിലുണ്ടാകുന്നത്. അതിൻ്റെ എക്സ്റ്റെൻറ്റ് എത്ര തന്നെ ആയാലും അത് ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് നമ്മൾ എത്രത്തോളം അത് ഡീൽ ചെയ്യാൻ പരിവപ്പെടുന്നു എന്നുള്ള വേറൊരു കാര്യം. പക്ഷേ പ്രത്യേകിച്ച് ഇത്തരം ChatGPTയൊക്കെ ഒരു തെറാപ്പിസ്റ്റായിട്ട് കാണുന്നതുകൊണ്ടുള്ള പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്ന എപ്പോഴും കുറച്ച് യങ്ങർ ജനറേഷനിലാണത് കൂടുതൽ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസും ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നും ക്രൈമിന് വയലൻസിലേക്ക് പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ ChatGPTക്കെതിരെയും ജെമിനിക്കെതിരെയായിട്ട് പല കോടതികളായിട്ട് ലോകത്ത് പലയിടങ്ങളിലും കിടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കൂട്ടുകാർ ചിലപ്പോൾ നിങ്ങളെ കളിയാക്കും, നിങ്ങളെ വിമർശിക്കും, അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കും. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഒരു വാക്കാണല്ലോ. അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഫ്രണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നതൊക്കെ സമ്മതിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതല്ലേ, ഞാൻ ഒരാൾ കാര്യം പറയുമ്പോൾ എൻ്റെ സുഹൃത്ത് തടയുകയാണ്, അല്ല അത് ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയണം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഇതാണ് നമ്മൾ പറയുന്ന ഡയലോഗ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനോട്ട് യോജിക്കുന്നില്ല. ഇത് റിയൽ റിലേഷൻഷിപ്പുകളിലുണ്ട്. ChatGPT അങ്ങനെ ചെയ്യില്ല. ChatGPT ദാറ്റ്സ് എൻ എക്സലൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈഗോ ഇങ്ങനെ ബൂസ്റ്റ് ആവും. ഓക്കെ. ആൻഡ് സെക്കൻഡ്, ഇറ്റ് ടോക്സ് വെരി ഫ്ലുവൻ്റ്ലി. ഇറ്റ് ഈസ് കോൾഡ് ഇല്യൂഷൻ ഓഫ് ഫ്ലുവൻസി. നന്നായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ഡെപ്തിലുള്ള നോളജിൻ്റെ ഒരു സിമ്പലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനല്ല. നിങ്ങൾ വളരെ ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇൻ മെനി കേസസ് യു വിൽ ബി ഡൗട്ട്ഫുൾ. നിങ്ങൾ കോൺഫിഡൻസോടുകൂടി സംസാരിച്ചു എന്ന് വരില്ല. നിങ്ങൾ പറയും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ പബ്ലിക്കലി നിങ്ങൾക്കൊരു ഭയങ്കര അറിവുള്ള മനുഷ്യൻ എന്നൊക്കെയുള്ള പെർസെപ്ഷൻ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മുക്കലോ മൂളലോ ഇല്ലാതെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നതാണ്. ChatGPT എക്സാക്ട്ലി അതാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നെവർ ഇൻ ഡൗട്ട്. അതിനറിയാത്ത വിഷയം ചോദിച്ചാൽ അത് എന്തെങ്കിലും പറഞ്ഞിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ബഗ്, ഇറ്റ് ഈസ് എ ഫീച്ചർ. അത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അത് ഡൗട്ട് പ്രകടിപ്പിക്കില്ല. ഇനി അത് ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ടാക്കാതിരിക്കാൻ, സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടൻറ് പ്രസൻറ്റ് ചെയ്യാതിരിക്കാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ റിയൽ മനുഷ്യരെ വെച്ച് ഇത് മോണിറ്റർ ചെയ്യുകയും അവരെ സൈക്കോളജിക്കലി പ്രശ്നത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ മറ്റൊരു വാർത്ത വന്നിരുന്നു. ഇന്ത്യയിലെ ഒരു സംഘം പെൺകുട്ടികൾ പറയുന്നത് ഇതിൻ്റെ ഇനപ്രോപ്രിയേറ്റ് ആണോ അല്ല എന്നുള്ളത് ഫ്ലാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അബ്യൂസീവായിട്ടുള്ള കണ്ടൻറ്റ് ദിവസം മുഴുവൻ കണ്ട് അവസാനം അവരങ്ങ് ബ്ലാങ്ക് ആവുകയാണ് അവരുടെ മൈൻഡ്.
ഇത് ആഫ്രിക്കയിലേക്ക് ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് അണ്ടർ പെയ്ഡ് ജോബായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതാരും AI കമ്പനികളൊന്നും പറയില്ല. മനുഷ്യരിരുന്ന് ഫ്ലാഗ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. മറ്റേ അകത്തൊരു ചായ എന്ന് വിളിച്ചു പറഞ്ഞ ആളിനെ പോയി ചായ അടിച്ചുകൊണ്ട് വരുന്ന ഒരു ടെക്നിക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ അതിനകത്തുണ്ട്, പക്ഷെ അത് കാണിക്കൂല വെളിയിൽ. അപ്പോൾ പാരാസോഷ്യാലിറ്റിയുടെ ഇപ്പോൾ എത്തിയിരിക്കുന്ന അവസ്ഥ, ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, നമ്മൾ അവെയർ ആയിരിക്കേണ്ടതുമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റേ. നമ്മളെ പെട്ടെന്ന് പ്ലീസ് ചെയ്യുന്ന, നമ്മളെ ഒരു രീതിയിൽ ഹർട്ട് ചെയ്യാതെ സംസാരിക്കുന്ന ഒരു ചാറ്റ് ബോട്ട്, ഇറ്റ് ഈസ് വെരി വെരി അട്രാക്റ്റീവ് ഫോർ അസ് നോർമലി. പ്രത്യേകിച്ച് യങ്ങർ ഏജിൽ നമ്മൾ കുറച്ചുകൂടെയൊക്കെ സെൻസിറ്റീവും കൂടെ ആയിരിക്കും. കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കും തെറിയൊക്കെ കേട്ടങ്ങ് പദം വരും. അപ്പോൾ നമ്മൾ പിന്നെ കേൾക്കുന്നത് ഓക്കെയാണ്. വിമർശനമൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല. നമ്മൾ വഴക്ക് പറഞ്ഞ ചെറിയ കാര്യത്തിനായപ്പോഴും വഴക്ക് പറഞ്ഞാൽ നമുക്ക് വിഷമം വരും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ബെസ്റ്റ് ടെക്നിക്കാണ് ഇവിടെ ഇത്തരം ലാംഗ്വേജ് മോഡലുകൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് വീണ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ പരിചയപ്പെടുന്ന ഒരാൾ ഒരു റിയൽ ആളല്ല. അതിൻ്റെ പിന്നിലിരുന്ന് സംസാരിക്കുന്ന ഒരു റിയൽ ആളായിരിക്കും. പക്ഷേ നമ്മൾ അയാളുടെ ചാറ്റിൽ നിന്നോ അയാളുടെ പ്രൊഫൈലിൽ വരുന്ന അപ്ഡേറ്റിൽ നിന്നോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളുണ്ട്. ആ ആളല്ല അത്. ദാറ്റ് ഈസ് പ്രോബബിളി എ വെരി ഡിഫറെൻറ്റ് പേഴ്സൺ. അങ്ങനെ ഒരുപാട് പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ഹ്യൂമറസ് ആയിട്ട് ഇടപെടുന്ന, ഭയങ്കര തമാശ ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതുന്ന പല വ്യക്തികളെയും നേരിട്ട് കണ്ടിട്ട് ആൾക്കാർ ഒന്ന് പറയും, അയ്യോ അയാൾ നിവർന്ന് നോക്കുന്നില്ല, അയാൾ സംസാരിക്കുന്നില്ല. ഹെവിലി ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ് പുള്ളി നമ്മൾ വിചാരിക്കുന്നതല്ലേ ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ആളല്ല. പുള്ളി എഴുതുമ്പോൾ ഭയങ്കര ഫണ്ണി ആയിരിക്കും. അല്ല, അതാ പറഞ്ഞു ഇത്. പക്ഷേ ഒരുപാട് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ ഞാൻ കരുതില്ല, അയാൾ മുഖത്തേക്ക് നോക്കുന്നില്ല, അയാൾ ഭയങ്കര നാണിച്ച് വിറച്ചൊക്കെ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി എഴുതുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നില്ല. പുള്ളി ഭയങ്കര ജോവിയലായിട്ട് നമ്മളോട് സംസാരിക്കുന്ന കൊമാശ പറയുന്ന ഒരാളായിട്ട് തോന്നും. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എനി വൺ. ഓക്കെ, നമ്മൾ കാണുന്ന ആൾ, അയാളുടെ ഇടപെടൽ. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തെന്ന് വെച്ചു. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ്, കുഞ്ഞിനെ ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുകയായിരിക്കും. എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഫോളോ ചെയ്യുന്ന ആൾ ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് ഉള്ള കടാകടിയും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കൂടുതലും കാണുന്നത്. അപ്പം ഞാൻ ജീവിതം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. ഓക്കെ, ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതെങ്കിലും ഒരു ഓട്ടോക്കാരനുമായിട്ട് പൈസയ്ക്ക് തർക്കിക്കുന്നത് അവരുടെ സങ്കല്പത്തിൽ വരില്ല. കാരണം അത് അവരുടെ വിചാരിക്കുന്ന എൻ്റെ പേഴ്സണാലിറ്റിയിൽ അതില്ല. ഞാൻ അടുക്കള ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പാല് തിളച്ച് തറയിൽ പോയി ഞാൻ തന്നെ കഷ്ടപ്പെട്ടിരുന്ന് തുടയ്ക്കുന്നത് ആരുടെയും മനസ്സിൽ വരില്ല. കാരണം അതൊന്നും ആ ഫീൽഡിലില്ല. അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന പേഴ്സണാലിറ്റിയിൽ അത്തരം ആട്രിബ്യൂട്ട്സ് ഒന്നും ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്ന, അതിന് കൊറിയയിലായിക്കൊള്ളട്ടെ ഇന്ത്യയിൽ തന്നെ ആയിക്കൊള്ളട്ടെ, ഓരോ വ്യക്തിയും. എത്രയോ പേരുണ്ട് സ്ത്രീയാണെന്ന് കരുതി ഒളിച്ചോടാൻ പ്ലാനിട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ പുരുഷനാണ്. ദിസ് ഈസ് നോട്ട് എൻ എക്സെപ്ഷൻ. നമ്മളുടെ അസസ്മെൻറ്റ് അടുത്ത ആളിനെ കുറിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ എക്സെപ്ഷൻ റോങ് ആണ്. ഇത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ആളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ മനുഷ്യൻ്റെ സോഷ്യൽ വയറിങ് എങ്ങനെയാണ്, ആളിനെ പരിചയപ്പെടുന്ന നന്നായിട്ട് സംസാരിക്കുന്ന ആളുമായിട്ട് നമുക്ക് അടുപ്പം തോന്നും. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. അതിനകത്ത് എക്സ്പ്ലോയിറ്റേഷൻ കടന്നു വരും. നാച്ചുറലാണ്. ഫേസ് ടു ഫേസ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ വിവരങ്ങൾ കിട്ടും. ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മളെ ഒറ്റും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ വലിയ സംഭവമാണെന്ന് പറയുന്നത്, പക്ഷേ എന്നെ കാണുമ്പോഴേ മനസ്സിലാവും അതിന് മാത്രമുള്ള സ്റ്റഫൊന്നും ഇല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അത് പാരാസോഷ്യൽ റിലേഷൻഷിപ്പുകൾ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ റിയാലിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റേ. അവെയർനെസ് മാത്രമാണ് പറയാവുന്ന ഏക പരിഹാരം. നമ്മൾ അറിഞ്ഞിരിക്കുക, പാരാസോഷ്യൽ റിലേഷൻഷിപ്സ് ആർ ജസ്റ്റ് ഇതിൻ്റെ പ്രവർത്തനം കോളേജ് ലെവലിലും യൂണിവേഴ്സിറ്റി ലെവലിലുള്ള അക്കാഡമിക് ആക്ടിവിറ്റീസിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് വൈശാഖ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് വലിയ പരിവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പുതിയ സിസ്റ്റം അനുസരിച്ച് പ്രൊജക്റ്റ് വർക്കുണ്ട് കുട്ടികൾക്ക്, ഗ്രാജുവേറ്റ് ലെവലിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും ഒക്കെ. അപ്പോൾ നേരത്തൊക്കെ ആണെങ്കിൽ കിട്ടിയ പ്രൊജക്റ്റ് വർക്ക് ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി അധ്യാപകരുടെ പുറകെ നടന്ന് അത് മാറ്റം വരുത്തി അവസാനം കുറേ പരിവർത്തനങ്ങൾക്ക് ശേഷമാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അധ്യാപകർ പറയുന്നത് ഈ കുട്ടികൾ ഒരു കാര്യത്തിനും അധ്യാപകരെ സമീപിക്കുന്നില്ല. അതേസമയം ആ ടൈമിൽ തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് അവിടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയെ ബാധിക്കില്ലേ? ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ മറ്റൊന്ന് അധ്യാപകരുടെ കാര്യം. ഇപ്പം ഞാൻ ഈ സെമിനാറിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പം നേരത്തെയൊക്കെ നമ്മളൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പം ഒരു 2-3 മാസം കിട്ടാവുന്ന പുസ്തകങ്ങളെല്ലാം പരതി അതിന്റെ റെക്കോർഡ്സ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഒരു പ്രസന്റേഷന് പോവുക. ഈയിടയ്ക്ക് ഒരു രജിസ്ട്രേഷൻ വിഷയത്തെ പറ്റി ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോഴും ഞാൻ വെറുതെ നോക്കിയപ്പോഴേ
അന്ന് വരെയുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയും ഉള്ള പുസ്തകങ്ങളും അത് എഴുതിയ ഓതേഴ്സിനെ പറ്റിയും ആ സംഭവങ്ങളെ പറ്റിയൊക്കെ എത്ര വിശദമായിട്ട് അവര് ഒരു 5 മിനിറ്റ് കാര്യങ്ങൾ തരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നതിന് പുസ്തകം വായിക്കേണ്ട കാര്യമില്ല എന്നാണ്. അപ്പൊ ഈ ഒരു ടെൻഡൻസി വിദ്യാർത്ഥികളിലും വായിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പിന്നെ പ്രബന്ധങ്ങൾ എഴുതുവാൻ ആഗ്രഹിക്കുന്ന അധ്യാപകരിലൊക്കെ വലിയ പരിവർത്തനം ഉണ്ടാക്കിയില്ലേ? വൈശാഖിന്റെ അഭിപ്രായം എന്താ ഇതിനെപ്പറ്റി? അപ്പോൾ എനിക്കതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഒരു ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് ആണ്. പ്രത്യേകിച്ച് വൈശാഖൻ പറഞ്ഞു ഈ AI ഇതിനകത്ത് കുറച്ച് പേര് വെളിയിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പുറകോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരിടത്തിനെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ക്യാപിറ്റൽ എങ്ങനെയാണ് ഈ പ്രോസസ്സ് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും നമുക്കൊരു 1930 എത്തിയപ്പോഴത്തേക്കുമാണ് ആ പ്രോസസ്സിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയത്. അപ്പോൾ നമ്മൾ ബിസിനസ് സൈക്കിൾസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് അതിൻ്റെ ഡൈനാമിക്സ് നമുക്ക് മനസ്സിലായ ഒരു കാലഘട്ടമായിരുന്നു അത്. അതിനുശേഷം ശരിക്കും ഇതിനകത്തൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ് പറഞ്ഞിട്ട് ഈ കെയ്ൻസൊക്കെ വന്നിട്ട് എങ്ങനെയാണ് നമുക്കിതിനെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ സംഗതി. രണ്ടാമത്തത് എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ ഓർഡർ ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുക, രാജ്യങ്ങൾക്ക് പൊതുവേ വന്നിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് നമുക്കൊരു ഇൻ്റർനാഷണലായിട്ട് ഈ ട്രേഡ് ഡീൽസും അങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ കുറേ പ്രൊട്ടക്റ്റീവ് സാധനങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് 1940 നടന്ന ഒരു വലിയൊരു കാര്യം. ഇത് 70-80 ആയപ്പോഴത്തേക്കും അതിനൊരുപാട് പ്രശ്നങ്ങൾ പറ്റി. കാര്യം നമ്മൾ അന്ന് പറഞ്ഞ പോലെ അല്ല, വളരെ ഡൈനാമിക്കായിട്ട് കാര്യങ്ങൾ പോകുമ്പം ഇക്കോണമീസിൻ്റെ പല സൈക്കിൾസ് വരും. അപ്പോഴാണ് നമ്മൾ പിന്നെ 1980 മുതൽ നമുക്ക് അങ്ങനത്തെ കുറേ കൺസെൻസസ് താഴെ വന്ന് മാർക്കറ്റ്സ് ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ്. അത് തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റിൻ്റെ വേറൊരു ഫേസിലാണ് നമ്മളിത് ഒരു ഇതായിട്ട് നമ്മൾ കാണുന്നത്. 90 ആയപ്പോൾ നമുക്ക് ഇതിനെ ചോദ്യം ചെയ്യാനായിട്ടുള്ളൊരു മറ്റേ വശമില്ലാതായി. സോഷ്യലിസം പോയതോടുകൂടി പിന്നെ നമ്മൾ ഒരു അൺഇൻറ്ററപ്റ്റഡ് ക്യാപിറ്റലിൻ്റെ ഒരിതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു വേറൊരു ഫേസാണ് ശരിക്കും നമ്മൾ കാണുന്ന എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് തന്നെ നമുക്ക് മാനുഷിക മൂല്യങ്ങൾ എന്നൊക്കെയുള്ള ഹ്യൂമൻ വാല്യൂസ് എന്നൊക്കെ ഉള്ള സാധനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് 2 കാര്യമാണ് ഞാൻ കാണുന്നത്. ഒന്ന്, നമുക്ക് ഇത്തരത്തിലുള്ള ഈ ലേബർ റൈറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്നുള്ളതാണ് ഒരെണ്ണം. 2, എൻവയൺമെൻറ്റൽ റൈറ്റ്സ് എന്നുള്ളതാണ്. നമ്മുടെ ഈ പരിസ്ഥിതിക്ക് എന്ത് പറ്റും. ഈ 2 കാര്യമാണ് ശരിക്കും ക്യാപിറ്റലിന് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. റെഗുലേഷൻ വേണ്ട അവിടെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ റെഗുലേഷൻ നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്നാണ് ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് മാറുന്നത്. 2ഉം ലേബറിൻ്റെ ആണെങ്കിലും എൻവയൺമെൻറ്റിൻ്റെ ആണെങ്കിലും അത് ക്യാപിറ്റലിൻ്റെ അക്യുമുലേഷൻ കൂട്ടാനായിട്ടുള്ളൊരു വഴി തന്നെയാണ്. ഇത് തന്നെയാണ് ലോകത്ത് മുഴുവൻ നടക്കുന്നത്. അപ്പം അവിടെ നമ്മൾ പൊളിറ്റിക്സിലോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകാനും പ്രത്യേകിച്ച് ബിഗ് ടെക് കമ്പനീസിൻ്റെ നിങ്ങൾ പറയുന്ന എല്ലാ പ്രോസസ്സസും ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ഗവൺമെൻറ്റ്സാണ് നമുക്കിന് വേണ്ടത്. ചോദ്യം ചെയ്യുന്ന ഗവൺമെൻറ്റുകളോ ഈ പ്രോസസ്സിനെ എതിർക്കുന്ന റെഗുലേഷൻസ് കൊണ്ടുവരുന്ന പ്രോസസ്സസ് ഒന്നും നമുക്ക് വേണ്ട. അവിടെയാണ് ഈ അപകടം വരുന്നത്. ഇതൊരു വളരെ ന്യൂട്രൽ പ്രോസസ്സ് അല്ല. ഈ AI ഉണ്ടാക്കുന്ന ജോബ് ലോസ് എന്ന് പറയുന്ന ന്യൂട്രൽ പ്രോസസ്സ് അല്ല. അതിനെതിരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാത്തിനെയും കൂടെ വളരെ മ്യൂട്ട് ചെയ്യുന്നൊരു പ്രോസസ്സും കൂടെ ഉണ്ട്. അത് വളരെ അപകടമല്ലേ എന്നുള്ളതാണ്. ഈ AI ഡേറ്റാ സെൻറ്റേഴ്സ് ഗ്ലോബലി വർക്ക് ചെയ്ത് തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോസിൽ ഫ്യൂവൽസ് മുഴുവൻ ഉപയോഗിച്ചാൽ 1.5 ദിവസത്തേക്ക് പറ്റി തികയുള്ളൊരു വാർത്തയുണ്ട്. അതായത് അത്രയും ഇൻറ്റൻസീവായിട്ടുള്ള പവർ യൂട്ടിലൈസേഷൻ വേണ്ടതാണ് ഈ ഡേറ്റാ സെൻറ്റേഴ്സ്. അപ്പം ഈ നേരത്തെ നിങ്ങളുടെ ചർച്ചയിൽ വന്നതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ട്രാജക്ടറി ഓഫ് ഗ്രോത്ത് സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരും. അത്തരത്തിലുള്ള എനർജി ക്രിയേഷനൊന്നും സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. നാരായണൻ ഇവിടെ പറഞ്ഞതുപോലെ ഈ 2 ആസ്പെക്റ്റും എൻവയോൺമെൻറ്റിൻ്റെയും ലേബറിൻ്റെയും വിച്ച് മീൻസ് ഒരു സോഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് ഈ AI നിയന്ത്രിക്കാൻ എന്നുള്ള അതിനുള്ള സമയമുണ്ടായില്ല. ബട്ട് ഐ തിങ്ക് ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ബിഫോർ us. വളരെ റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്.
നമ്മൾ ഈ ഒരു സംസാരത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ശരിക്കും ഇനീഷ്യലി ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. ആദ്യം ആലോചിച്ചത് ഒരുപാട് വന്നു, 100-ഓളം ടോപ്പിക്കുകൾ വന്നു. അതിനെ കാറ്റഗറൈസ് ചെയ്തു. അതിൽ തന്നെ ചില വിഷയങ്ങൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആ മേഖലയിൽ എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു, ഇതിൻ്റെ എനർജി റിക്വയർമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്കൊരു 1-1.5 മണിക്കൂർ സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമാവില്ല എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്തിയതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളും വിഷയങ്ങളുമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പൊളിറ്റിക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ AI ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഇടപെടലുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ഗൗരവമായി പല തലങ്ങളിൽ ആലോചിക്കേണ്ടതാണ്. ഒന്ന്, നിലനിൽക്കുന്ന ഗവൺമെൻറ്റുകളെ ഇതെങ്ങനെ പരുവപ്പെടുത്തുന്നു, ഇതിൻ്റെ കാവൽക്കാരാക്കിയും ഇതിൻ്റെ ജോലിക്കാരാക്കിയും ഇതെങ്ങനെ മാറ്റുന്നു, അതിന് പോളിസി ലെവലിൽ എങ്ങനെ ഇൻട്രാക്ഷൻസ് തിരുത്തപ്പെടുന്നു. AI റെഗുലേറ്റ് ചെയ്യാനെന്നുള്ള ഒരു രീതിയിൽ ലോകമൊട്ടാകെ പുതിയ റെഗുലേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അത് ആദ്യം തുടങ്ങുന്നത് യൂറോപ്യൻ യൂണിയനിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചൈനയിൽ വന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലൊരു പോളിസിയുണ്ട്. മറ്റ് ഒരുപാട് രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ തന്നെ ഒരു 10-26ഓളം രാജ്യങ്ങൾ ബ്ലെച്ച്ലി കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺവെൻഷനൊക്കെ തുടങ്ങിയിട്ട് അത് UK ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അവിടെ 26ഓളം രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി. പിന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറത്തിറക്കി, ഇത്തരത്തിലുള്ള AI നിയന്ത്രിക്കണം, ഇന്ന മേഖലകൾക്ക് പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം അന്നത്തെ ട്രംപ് അല്ലായിരുന്നു, അന്നത്തെ ബൈഡൻ ആയിരുന്നു. പിന്നെ വന്ന ട്രംപ് ഈ പറയുന്ന എല്ലാ റെഗുലേഷൻസിനെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതൊന്നും പാലിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതിലൊന്നും ഇടപെടാത്ത യൂണിവേഴ്സലി പ്രവർത്തിക്കുന്ന മറ്റ് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ AIയുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ AIയുടെ ജൂറിസ്ഡിക്ഷനൊക്കെ വലിയ പ്രശ്നമാണ്. നമ്മളൊരു ഒരു കേസ് ഉണ്ടാവുകയാണ്. ഈ കേസ് നിങ്ങളുടെ ഒരു വീഡിയോ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അപകടപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് കൊണ്ട് കൊടുത്താൽ നിങ്ങൾ എവിടെ കേസ് കൊടുക്കും? കേരളത്തിൽ കൊടുക്കുമോ? ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊടുക്കുമോ? അല്ല, ഈ സെർവർ ഇരിക്കുന്ന കാലിഫോർണിയയിലായിരിക്കും. ഇപ്പോൾ സെർവർ കാലിഫോർണിയ പോലും ആയിരിക്കില്ല, ഡിസ്ട്രിബ്യൂട്ടഡ് സെർവേഴ്സാണ്. അപ്പോൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പലയിടത്തായിട്ട് കിടക്കുന്ന സെർവേഴ്സിലൊക്കെ ഉള്ള ഈ സംഭവങ്ങളെ നിങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? അതിനകത്ത് കോപ്പി റൈറ്റിംഗ് എന്നുള്ള സംഭവത്തിൻ്റെ പ്രശ്നങ്ങൾ. കാരണം ജനറേറ്റ് ചെയ്യപ്പെടുന്ന AIയുടെ ആ കണ്ടൻറ്റിൻ്റെ ഉത്തരവാദി, അതിൻ്റെ ഓതർ ആരാണ്, അത് ആരുടെ പേരിലുള്ളതാണ്? ഈ കേസ് AIക്കെതിരെ കൊടുക്കണോ, AI ഉണ്ടാക്കിയ മോഡലിനെതിരെ കൊടുക്കണോ, അതുണ്ടാക്കിയ കമ്പനിക്കെതിരെ കൊടുക്കണോ, അതുപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തിക്കെതിരെ കൊടുക്കണോ, അത് പ്രചരിപ്പിച്ച ആൾക്കാർക്കെതിരെ കൊടുക്കണോ? ഇങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തലത്തിൽ ലീഗലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ. AI ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു സംവിധാനമല്ല. AI ഇപ്പോഴുള്ള ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസിൻ്റെ ഭാഗമാണ്. AI അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒട്ടനവധി തർക്കങ്ങളുടെയൊക്കെ ഒരു ടൂളായിട്ടും അതിന് കാരണമാകുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഉദാഹരണം, ഇപ്പോൾ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ പലതിൻ്റെയും കാരണം AI ആണ്. എനിക്ക് തോന്നുന്നു സാജമാഷിനൊക്കെ കൃത്യമായിട്ട് അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. കാരണം ഇതിനാവശ്യമായിട്ടുള്ള റെയർ എർത്ത് മിനറൽസ്, ഈ GPU നേരത്തെ വിശാഖം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. GPU എന്നുള്ളതാണ് AIയുടെ ജീവൻ. ഈ GPU എന്ന് പറയുന്നത് NVIDIA എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കുത്തകയാണ്. ആ കമ്പനി US കമ്പനിയാണ്. ഈ NVIDIA കമ്പനിക്ക് GPU ഉണ്ടാക്കാൻ വേണ്ടി അതിനകത്തുള്ള ഒട്ടനവധി റെയർ എർത്ത് മിനറൽസ് ലഭ്യമാകുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ആ സ്ഥലങ്ങളിൽ ആർക്ക് ആധിപത്യം കിട്ടുന്നുവോ ആ രാജ്യത്തിന് ആ ഒരു ടെക്നോളജിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും. ആ ടെക്നോളജിയിലെ ആധിപത്യം എന്ന് പറയുന്നത് ഒരു ടെക്നോളജിക്കൽ പവർ അല്ല, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ പവർ. ആ പൊളിറ്റിക്കൽ പവറാണ് ലോകത്തിന് ഇനി വരാൻ പോകുന്ന ഭാവിയെ തിരുത്താൻ പോകുന്നത്. ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് വിട്ടുപോയതാണ് എന്ന് സാറ് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. ഇത് സർഗാത്മകതയും പഠനവും. എനിക്ക് തോന്നുന്നു നാരായണ മാഷ് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു. ആരാണ് അറിവിൻ്റെ അധികാരി? എന്താണ് അറിവ്? ഇപ്പോൾ പണ്ട് നമ്മൾ ഇപ്പോൾ ഗുണഘോഷ്ടം എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാർക്കൊക്കെ ഈ ഗുണനപ്പട്ടികയൊക്കെ നമ്മൾ പറയുമല്ലോ. ഗുണനപ്പട്ടിക പഠിച്ചിരുന്നത് ഒരു അറിവായി കണക്കിടുന്നു. അതൊരു കൈൻഡ് ഓഫ് സ്കില്ലായിരുന്നു. പക്ഷേ സ്കില്ലും നോളജും തമ്മിലുള്ള ഒരു ഇടയുണ്ട്. എവിടെയോ വെച്ചിട്ട് സ്കില്ല് നോളജ് ആവുകയും നോളജ് സ്കില്ലാവുകയും അപ്പോൾ ഈ നോളജിന് ഈ സ്കില്ല് വേണ്ടാന്നാവുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഡീസ്കില്ലിംഗ് എന്നൊരു ആശയമുണ്ട്. ചില വിഷയങ്ങളിൽ നമ്മൾ കൈവരിച്ച സ്കില്ലിനെ ഒഴിവാക്കേണ്ടി വരും. അത് ചിലപ്പോൾ ക്രോസ് സ്കിൽ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അപ്പ് സ്കിൽ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ റീസ്കിൽ ചെയ്യേണ്ടി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഡീസ്കില്ലിംഗ്.
അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ ഡീലേൺ ചെയ്യേണ്ടി വരും, പഠിച്ചതിനെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പുസ്തകത്തിൻ്റെ ഒരു അടരുകളിലൂടെ കടന്നുപോയി അതിൻ്റെ പരിപൂർണമായ സമഗ്രത ലഭ്യമാക്കി മാത്രമേ അറിവ് എടുക്കാൻ പാടുള്ളൂ എന്ന ഒരു കാര്യത്തിനെ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഡിബേറ്റബിളാണ്. പക്ഷേ ആ ചോദ്യം ചെയ്യലിനകത്ത് ഇപ്പോൾ റിസർച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഒട്ടനവധി ഗംഭീരമായ ടൂളുകളുണ്ട്. അതായത് നിങ്ങൾ ലിറ്ററേച്ചർ സ്റ്റഡി നടത്താനായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് വർഷങ്ങളോ മണിക്കൂറുകളോ മാസങ്ങളോ ഒന്നും ലൈബ്രറിക്കകത്ത് പോയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഗംഭീരമായിട്ടുള്ള AI ടൂളുകളുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സൈറ്റേഷൻസോ അല്ലെങ്കിൽ റെഫറൻസസോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഫസ്റ്റ് ഓർഡർ തിങ്കിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് AIക്ക് കൊടുക്കുമ്പോൾ ചില കാര്യങ്ങളിൽ അത് നമുക്ക് ഗുണവുമാണ്. ഒരു വലിയ ഒരു റിസർച്ച് മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അതിനൊരു എക്സാമ്പിൾ പറയാം, ആപ്റ്റായിട്ടുള്ള എക്സാമ്പിളാണോ എന്ന് എനിക്കറിയില്ല. വലിയ എഴുത്തുകാർ, അത് പരസ്യമായ രഹസ്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡാൻ ബ്രൗൺ എന്ന എഴുത്തുകാരൻ, അല്ലെങ്കിൽ പോട്ടെ ശശി തരൂർ, നമുക്കറിയാവുന്ന ഒരാളാണല്ലോ. ഇദ്ദേഹം ഈ പറയുന്ന പുസ്തകമെല്ലാം സ്വന്തമായിട്ട് എഴുതിയെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. അവർക്ക് അവരുടെ ടീമുണ്ട്. ഇങ്ങനെ ടീമിനെ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് നടത്തി ആ റിസർച്ചിനെ കൊളേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഒരു അതിൻ്റെ മുകളിലുള്ള ക്രിയേറ്റീവ് പ്രോസസ്സ്, അതായത് ആ ബൗദ്ധികമായ ഡയറക്ഷൻ കൊടുക്കുക എന്ന തലത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു ബൂണാണ്, ഒരു വലിയ വരപ്രസാദമാണ്. ആ വാക്കും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്, പൊട്ടെ. അപ്പോൾ വലിയ ഒരു നേട്ടമാണ്. ആ നേട്ടത്തിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളവിടെ ആലോചിക്കേണ്ടത്. പക്ഷേ ഒരു വിദ്യാർത്ഥി അവൻ്റെ ബേസിക് ആയിട്ടുള്ള, ഇപ്പോൾ ക്വാണ്ടം സയൻസ് പഠിക്കാൻ പോകുന്നൊരു വിദ്യാർത്ഥി ക്വാണ്ടം സയൻസിൻ്റെ ബേസിക്ക് മനസ്സിലാക്കുന്നതിന് പകരം AI ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നത് ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു റിസർച്ചർ ആ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ എക്സ്റ്റൻറ്റ് വലിപ്പം എടുക്കുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാനതിനോട് കൂടിച്ചേർക്കുക, അധ്യാപകൻ എന്ന നിലയിൽ ഈ സാർ പ്രത്യേകം ചൂണ്ടിക്കാണിച്ച ഇഷ്യൂ, അതായത് AI വന്നതിന് ശേഷമുള്ള ബൗദ്ധിക വ്യാപാരത്തിലുള്ള കഴിവിലുള്ള കുറവ്. പക്ഷെ അതിനെ അങ്ങനെ ആ ഒരു പ്രശ്നത്തെ മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. കാരണം മറ്റ് പല ഘടകങ്ങളും ചേർന്നാണ് വിദ്യാർത്ഥികളുടെ മൈൻഡ് സെറ്റിനെ ഇപ്പോൾ പരിവപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, വിദ്യാർത്ഥികളെ എങ്ങനെ ആകർഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള സകല ധാരണകളും നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. കാരണം എന്തിലാണ് ഇവരെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ഒരു 5-6 കൊല്ലം മുമ്പ് വരെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഹൗ ടു അട്രാക്റ്റ്. ഇപ്പോൾ അത് ഡേ ബൈ ഡേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് കോവിഡ് ഇത് വളരെ സീരിയസ് ആയിട്ട് സംഭവിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ AI മാത്രമല്ലാത്ത ഒരുപാട്, അതായത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ മാത്രം, കേരളത്തിൽ മാത്രമൊന്നുമല്ല. ഇത് എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ AI എങ്കിൽ AI, ഗൂഗിൾ എങ്കിൽ ഗൂഗിൾ. ഞാൻ കുറേ സെർച്ച് ചെയ്ത് പല സ്ഥലങ്ങളിലും അക്കാഡമിക് പേപ്പേഴ്സായിട്ട് വന്നു കഴിഞ്ഞു. സ്റ്റുഡൻറ്റ് എപ്പതി എന്നൊക്കെ പേരും ഇട്ട് കഴിഞ്ഞു. കുട്ടികൾക്ക് എന്തിലും താല്പര്യമില്ലാത്തൊരവസ്ഥ വന്നു. They are detached from institutions. They don't take institutions and institutional formalities seriously. ഞാനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് എൻ്റെ ഔട്ട്ഡേറ്റഡ് ടെക്നിക്കാണ്, ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് പറയാം, ട്രേഡ് സീക്രട്ട് അല്ല. പണ്ടത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉഴപ്പുന്നവരുണ്ടായിരുന്നു, കറങ്ങി നടക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മാർക്ക് വളരെ കുറവായിരിക്കും. പക്ഷേ അവരെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു ടെക്നിക്ക്, മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അവരുടെ നേരെ 0 ഇടും, എന്നിട്ടത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതുവരെ ഇങ്ങനെ കറങ്ങി നടന്നവർ ഈ 0 കാണുമ്പോൾ ഒന്ന് ഞെട്ടും, അയ്യോ 0 ആണല്ലോ. അപ്പോൾ അവർ വരും, എന്നിട്ട് ചോദിക്കും, സാർ എനിക്ക് എന്തെങ്കിലുമൊക്കെ കള്ളങ്ങളുമായിട്ട് അവർ വരും, സാർ എനിക്ക് ഇങ്ങനെ സുഖമില്ലായിരുന്നു, ഞാൻ ആശുപത്രിയിലായിരുന്നു, ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ നമുക്കും അറിയാം ഇത് കള്ളമാണെന്ന്, പക്ഷേ അറ്റ്ലീസ്റ്റ് ദേ വോണ്ട് ടു പാസ് ദ എക്സാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ശരി, നീ ഒരു കാര്യം, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തരും, ഇതിൻ്റെ ആൻസർ എഴുതി കൊണ്ടുപോവാ, ഇപ്പോൾ ഒന്ന് എഴുതി കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതി കൊണ്ടുവന്നാൽ അറ്റ്ലീസ്റ്റ് ഐ ഹാവ് സംതിങ് ടു ഡോക്യുമെൻറ്റ്. അയാൾ എന്തെങ്കിലും ചെയ്തു, ഇപ്പോൾ ആ 0യുടെ അപ്പുറത്താവുമ്പോൾ സൈൻ ചെയ്ത് തരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം ഒഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? അയാൾക്കത് ഓക്കെയാണ്, 0 ഈസ് ഓക്കെ. ഓക്കെ, ഇത് AI മാത്രം പ്രശ്നമല്ല. AI സ്പെസിഫിക് ഇഷ്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ AIക്ക് കോഗ്നേറ്റീവ് ഓഫ് ലോഡിങ് എന്ന് പറയുന്നൊരു പ്രഭാവമുണ്ട്. അതായത് നമ്മൾ ചിന്തിക്കാനുള്ള പണി വേറൊരാളെ ഏൽപ്പിക്കുകയാണ്. അതാണ് ഈ പറയുമ്പോഴും നമ്മൾ ഈ പുസ്തക വായനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം, പുസ്തക വായന നമുക്ക് അറിവ് തരില്ല, ഇൻഫർമേഷനാണ് തരുന്നത്. അറിവ് നമ്മൾ ഉണ്ടാക്കുക ചെയ്യുക. ഇൻഫർമേഷനെ നമുക്ക് കിട്ടും, അത് ഗൂഗിളിൽ നിന്നും കിട്ടും. പുസ്തകത്തിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഗൂഗിളിൽ നിന്ന് കിട്ടും. കാരണം പുസ്തകത്തിൽ കൺട്രോൾ F വർക്ക് ചെയ്യില്ല, സെർച്ച് ആൻഡ് ഫൈൻഡ് ഓപ്ഷൻ ഇല്ല. ഇൻ്റർനെറ്റിൽ അതുകൊണ്ട് അത് സെർച്ച് ചെയ്തുകൊണ്ട് വരും. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കൊണ്ടുവരാൻ ഇൻ്റർനെറ്റിന് സാധിക്കും, ഗൂഗിളിന് സാധിക്കും, അതിനെ സമ്മറൈസ് ചെയ്യാൻ ഇന്ന് AIക്കും സാധിക്കും. ഇഫ് യു വാണ്ട് ടു ഹാവ് എ ക്വിക്ക് ഓവർവ്യൂ ഓഫ് ദ ഇൻഫർമേഷൻ, ദീസ് ആർ വെരി ഗുഡ് ഗ്രേറ്റ് ടൂൾസ്. ഞാനത് ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ ഈ AI ടൂൾസൊക്കെ
പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന ആളാണ് 200 രൂപ കൊടുത്തിട്ട് 20,000 രൂപയുടെ പണിയെടുപ്പിക്കും അതിനെ കൊണ്ട്. അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളത് തുറന്ന് സമ്മതിക്കും. ഞാൻ പറയും, ഞാൻ AI ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ തരുന്ന അസൈൻമെൻറ്റ് AI ഉപയോഗിച്ച് എഴുതിക്കൊണ്ട് വന്നിട്ട് എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങളെക്കാൾ അടുത്ത ബന്ധം ഞാനും AIയും തമ്മിലുണ്ട്. ഇത് ആരെ എഴുതിയാണെന്ന് എനിക്ക് കാണുമ്പോഴേ മനസ്സിലാവും. അത് അങ്ങനെ അതിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ അഡീഷണൽ ബുദ്ധി കൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതല്ല, ഉപയോഗിക്കുന്നതുകൊണ്ട്. ഇത് ChatGPT എഴുതുകയാണെന്ന് എനിക്കറിയാം. ഞാൻ പറയും ഫൈൻ, പക്ഷേ ഞാൻ ചോദിക്കുമ്പോൾ പറയണം. ChatGPT വെച്ച് എഴുതിയാണ്, പക്ഷേ ചോദിക്കുമ്പോൾ പറയണം. പക്ഷേ പറയാൻ ഒരു വരി പോലും പറയാൻ പറ്റില്ല. കാരണം ChatGPT വളരെ വെർബോസാണ്. 25 പേജ് എഴുതാനുള്ള കണ്ടൻറ്റ് കൊടുക്കും. അത് ചുരുക്കണമെങ്കിൽ പോലും നമുക്ക് ബുദ്ധി പ്രയോഗിക്കണം. അതുപോലും 25 പേജ് എഴുതിക്കൊണ്ട് വരും. 25 പേജ് എഴുതുന്ന അധ്വാനമാണോ ചുരുക്കാൻ എടുക്കുന്ന അധ്വാനമാണോ വലുത് എന്ന് നോക്കുമ്പോൾ എഴുതുന്ന അധ്വാനം ചെറുതാണ്. അപ്പോൾ അയാളത് മുഴുവൻ എഴുതിക്കൊണ്ട് വരും. അപ്പോൾ അത് പുസ്തകത്തിൻ്റെ സമയത്ത് നിന്നുള്ള വ്യത്യാസം നമ്മൾ ഈ ഇൻഫർമേഷൻ കൊണ്ടുവരാനുള്ള ആ എഫർട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പുസ്തകമാണെങ്കിൽ പോലും നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മളെങ്ങനെ സിന്തസിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അവെയർനെസ്, അതിനുള്ള അധ്വാനം പണ്ടും ഇപ്പോഴും ഒന്ന് തന്നെയാണ്. AI വന്നപ്പോൾ ഇതിനെ മിമിക് ചെയ്യാൻ പറ്റും. നമുക്ക് അറിവുള്ളതുപോലെ തോന്നിക്കും. നമ്മളല്ല, AI ആയിരിക്കും അത് ചെയ്തു തരുന്നത്. ഇവിടെ ചെയ്യുന്നത് കോഗ്നിറ്റീവ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിനുള്ള എഫർട്ടിനെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതൊരു മെഷീനാണെങ്കിൽ ഈ മെഷീൻ അവിടെ ഇരുന്ന് തുരുമ്പെടുക്കും. കാരണം അതിന് ഉപയോഗിച്ച് ശീലമില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ പണ്ട് എൻ്റെ നാട്ടിലൊരു അമ്മാവൻ ആരും വായിക്കാത്ത പത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്രിക്കാരുടെ അടുത്ത് വില പേശി. കാരണം ഈ ഹിന്ദു പത്രം മകൻ അങ്ങോട്ട് വരുന്നുണ്ട്, മകൻ ഗൾഫിൽ പോയി, ഇതിപ്പോൾ ആരും തുറക്കാറില്ല, വരുന്നുണ്ട്, അപ്പോൾ ഇതിന് കൂടുതൽ പൈസ വേണമെന്ന് അമ്മാവൻ പറഞ്ഞു. ആകെ അലമ്പായി അവിടെ. ഇതങ്ങനെയല്ല, ബ്രെയിൻ വർക്ക് ചെയ്യുന്ന തിരിച്ചാണ്. അത് ഉപയോഗിക്കാതിരുന്നാൽ വാല്യൂ കുറഞ്ഞു വരും. അതിന് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരും. അത് വിദ്യാർത്ഥികളിലും മാത്രമല്ല, അധ്യാപകരിലും ബാധകമാണ്. അധ്യാപകൻ അസൈൻമെൻറ്റ് കൊടുക്കുന്നു, കുട്ടി ChatGPT വെച്ച് അസൈൻമെൻറ്റ് എഴുതുന്നു, പിറ്റേന്ന് സബ്മിറ്റ് ചെയ്യുന്നു, അധ്യാപകൻ അത് സ്കാൻ ചെയ്ത് ChatGPTക്ക് കൊടുക്കുന്നു. തലേന്ന് താൻ എഴുതിയ അസൈൻമെൻറ്റ് ChatGPT ഇന്ന് മാർക്ക് ഇടുന്നു. അത് അധ്യാപകൻ ടീച്ചർക്ക് കൊടുക്കുന്നു. സാറിന് ഒരു മൊബൈൽ ടവറിൻ്റെ റോളേ ഉള്ളൂ. കിട്ടുന്ന ഇൻഫർമേഷൻ വേറൊരാൾക്ക് കൊടുക്കുന്നു. മൊബൈൽ ടവർ അതിനൊന്നും മനസ്സിലാക്കുന്നില്ല. അത് എല്ലാവർക്കും ബാധകം. കാരണം ഒരേ കാര്യം ലെസ് എഫർട്ടിൽ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി. അത് നമുക്ക് തന്നെ അപകടം വരും എന്ന് നമ്മൾ അറിയാമെന്നേ ഉള്ളൂ. ഇന്നത്തെ ജിമ്മുകൾ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. എന്തിനാണ് ജിമ്മ്? അല്ലേ, നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പല സിദ്ധാന്തങ്ങളും തകരുന്ന സ്ഥലമാണ് ജിംനേഷ്യം. കാരണം നമ്മൾ അധ്വാനത്തിന് കൂലി കിട്ടുമെന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇത് അധ്വാനിക്കാൻ വേണ്ടി കൂലി അങ്ങോട്ട് കൊടുക്കുകയാണ്. അധ്വാനിക്കുന്നത് നമ്മളാണ്, പൈസയും നമ്മളാണ് കൊടുക്കുന്നത്. ഉപയോഗിക്കാതിരിക്കുന്ന സംഗതി അട്രോഫി സംഭവിച്ചു പോകും എന്നുള്ളതുകൊണ്ട് അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ ബ്രെയിനിനും തിങ്കിങ് കേപ്പബിലിറ്റിക്കും സംഭവിക്കും. അത് അറിഞ്ഞിരിക്കുക. അത് സംഭവിച്ചാലും ഓക്കെ എന്നുള്ളവർ പോട്ടെ, സംഭവിക്കാൻ പാടില്ല എന്നുള്ളവർ അത് അറിഞ്ഞു പെരുമാറുക. അത്ര എനിക്ക് പറയാം. ഒരു കാര്യം കൂടി, ജസ്റ്റ് ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. ഇത് നേരത്തെ സാറ് പറഞ്ഞ പോലെ ചിന്തിക്കുക, അധ്യാപനം അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്നുള്ള മേഖലയിൽ പ്രവർത്തിക്കുക എന്നതുപോലെ തന്നെ ഇമ്പാക്റ്റുള്ള മറ്റൊരു മേഖലയാണ് സർഗാത്മകത, ക്രിയേറ്റിവിറ്റിയുടെ മേഖലയിൽ. ഇപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ മേഖലയിൽ ഇന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, സമ്മതിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ എതിരഭിപ്രായം പറഞ്ഞാലും ഇല്ലെങ്കിലും, ഇന്ന് ഹൈബ്രിഡ് ക്രിയേറ്റിവിറ്റിയുടെ കാലമാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുടെയും പകുതി AI ചെയ്തു തരുന്നതാണ്, ബാക്കി പകുതി ആയിരിക്കും ആളുകൾ ചെയ്യുന്നുണ്ടാവുക. അതിൽ ശരിയോ തെറ്റോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം ഇത് ഒരു ആസ്വാദകൻ അല്ലെങ്കിൽ ആസ്വാദക എന്ന രീതിയിൽ നിങ്ങൾ ടോട്ടലി ക്രിയേറ്ററിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് അഗ്നോസ്റ്റിക്കായിട്ട് നിന്നുകൊണ്ട് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാതെ അതിൻ്റെ അനുഭവത്തിനെ നിങ്ങളൊരു ആസ്വാദിക അല്ലെങ്കിൽ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ AI ക്രിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ ഗംഭീരമായിട്ട് തോന്നാം. പക്ഷേ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അതിനകത്ത് ഇടുന്ന എഫേർട്ട്, അപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ ഡെഫിനിഷൻസിനെ അത് ചോദ്യം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, പണ്ട് ചേരുന്ന പല കാര്യങ്ങളെക്കാളും പെർഫെക്റ്റായിട്ട്, ഇപ്പോൾ ഒരു എപ്പോഴും പറയാറുണ്ട്, ഈ ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചതിന് ശേഷമാണ് ചിത്രകലയിൽ ഈ റിയലിസത്തിന് വിലയിടിഞ്ഞതെന്ന് പറയാറുണ്ട്. കാരണം പണ്ട് ഫോട്ടോഗ്രാഫി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് റിയലിസ്റ്റിക് ആയിട്ടൊരു ചിത്രം വരയ്ക്കാൻ വലിയ എഫേർട്ടാണ്. ആ എഫേർട്ട് ഇട്ടിട്ട് അവർ ഒരു നല്ലൊരു ഗംഭീരമായ ചിത്രം എടുത്തുകൊണ്ട് വരുന്നത് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഫോട്ടോഗ്രാഫി വന്നപ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ സാധനം കിട്ടി. അപ്പോൾ പിന്നെ ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഇതിനേക്കാളും നല്ലതായിട്ട് ആ ഫോട്ടോഗ്രാഫി ഇല്ലേ? അപ്പോഴാണ് ഈ റിയലിസം എന്നുള്ള സംഭവത്തിൻ്റെ പുറത്തേക്കുള്ള മറ്റ് സങ്കേതങ്ങളിലേക്ക് പോകുന്നതെന്നുള്ള ഒരു വാദം, അത് പൂർണ്ണമായും ശരിയാണോ അല്ലേ എന്നുള്ളത് കലാ നിരൂപകരാണ് പറയേണ്ടത്. അപ്പോൾ അത്തരം വാദങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ നമുക്ക് തരുന്ന സർഗാത്മകത, ക്രിയേറ്റിവിറ്റി നമുക്ക് ശരിക്കും അതെങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അത് നല്ലതാണോ മോശമാണോ,
ഒരു ആസ്വാദകരുടെ പെർസ്പെക്റ്റീവിൽ മാത്രം കാണണോ, ക്രിയേറ്ററിൻ്റെ പെർസ്പെക്റ്റീവിൽ കൂടി കാണണമോ? അവിടെ നേരത്തെ നാരായണ പറഞ്ഞതുപോലെ അധ്വാനത്തിൻ്റെ പങ്കെന്ത്? അധ്വാനം എന്നത് ക്രിയേറ്റീവ് മാർക്കറ്റിനകത്ത് വരുന്ന ഒരു സംഭവമുണ്ട്. അത് സോഷ്യൽ മീഡിയക്കകത്തും വരും. ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ അറ്റൻഷൻ എക്കോണമിയുടെ ഒരു തൊഴിലാളിയാണ്. ആ അറ്റൻഷൻ എക്കോണമിയുടെ തൊഴിലാളി എന്ന രീതിയിൽ ഇൻഫ്ലുവൻസർ അതിനകത്തേക്ക് കൊടുക്കുന്ന സർഗാത്മകതയെ നമ്മൾ എങ്ങനെ കാണണം? അത് അയാൾ AI ടൂൾ ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിജുവിന് ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ല. ഈ സാധനത്തിനെ എടുത്ത് ഏതെങ്കിലും ഒരു ടൂളിനകത്ത് ഇട്ടതിന് ശേഷം 2 വൈശാഖൻ തമ്പി എന്ന സയൻറ്റിസ്റ്റും അരുൺ രവി എന്ന ടെക്നോളജിസ്റ്റും തമ്മിൽ സംസാരിക്കുന്നതായി ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എടുത്ത് തരും. ആ സ്ക്രിപ്റ്റിനെ എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചൊരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇതിനേക്കാളും ഗംഭീരമായ കണ്ടൻറ്റ് ചിലപ്പോൾ അതുവഴി ഉണ്ടാക്കാൻ പറ്റും. അതിന് വാല്യൂ ഉണ്ടോ? ദാറ്റ്സ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നത് വലിയ ഒരു ചർച്ചയുടെ തുടക്കമാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ വേറെ പുതുതായിട്ടൊന്നും കൺക്ലൂഡ് ചെയ്യാനില്ല. താങ്ക് യു ഫോർ ദ നൈസ് അറ്റൻഡൻസ്. ഈ ചർച്ചാ പരമ്പരയിലെ അടുത്ത സുപ്രധാന സെഷനെക്കുറിച്ച് സദസ്സിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഫെബ്രുവരി 24 നടക്കുന്ന 2ാമത്തെ സംവാദത്തിൽ മലയാള മാധ്യമ ലോകം സ്വദേശാഭിമാനി മുതൽ ഡിജിറ്റൽ യുഗം വരെ എന്ന വിഷയത്തെക്കുറിച്ച് ട്രൂ കോപ്പി തിങ്ക് മാഗസിൻ്റെ മാനേജിംഗ് എഡിറ്റർ ആൻഡ് CEO ആയ മനില C. മോഹൻ ഡോക്ടർ സജിത ബഷീറുമായി സംവദിക്കുന്നതാണ്.